السلام عليكم ورحمة الله وبركاته. الحمد وعليكم لله السلام. الذي أنزل قرآنا عربيا غير ذي عوج لعلهم يتقون بلسان عربي مبين لعلكم تعقلون. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقائنا الجديد من لقاءات فهم القرآن على أيسر الطريق، ونحن اليوم في الدورة الثانية من دروس اللغة العربية لغير الناطقين بها. ഖുർആൻ പഠനത്തിന് എളുപ്പവഴിയുടെ കീഴിൽ നടന്നു വരുന്ന അനറബികൾക്ക് വേണ്ടിയുള്ള അറബി ഭാഷാ പഠന പദ്ധതി ഇവിടെ 2ാം സെമസ്റ്ററിലാണ് നമ്മളുള്ളത്. എവിടെ നിർത്തിയത് നമ്മൾ? പാഠം 18 എക്സസൈസ് 18 പാഠം 18 പൂർത്തീകരിച്ചു. അക്മൽ ദർസ് അസ്സാമിൻ ആഷർ. എക്സസൈസ് കുറെ എഴുതിയിട്ടിരുന്നു, പക്ഷേ വൈകുന്നേരം നോക്കിയപ്പോഴാണ് അത് കാണുന്നത്. നേരത്തെ ഇല്ലായിരുന്നു എൻ്റെ ഓർമ്മ. രാവിലെയാണ് ഞാൻ നോക്കിയത്. ശേഷം പിന്നെ ഗ്രൂപ്പ് അവസാനം ഇട്ട് കഴിഞ്ഞാൽ നോക്കാൻ സമയം ഉണ്ടാവില്ല. നേരത്തെ ഇടണം. ക്ലാസ് കഴിഞ്ഞ ഉടനെയാണ് സംഗതികളിലാണ്. അതിൽ കുറെ ക്രിയകൾ കൊടുത്തിട്ടുണ്ടല്ലോ, അത് ഈ പാഠത്തിലുള്ളതാ? ഏത്? കുറച്ച് ക്രിയയുടെ ടേബിൾ കൊടുത്തിരിക്കുന്നു, 2 ടേബിള് എഴുതിയിട്ടതാ? ആ, സാർ ഇട്ടതാണ്. ഞാനാണ് ഇട്ടത്. ഞാൻ ഇട്ടതേനു. അല്ല, സാർ കഴിഞ്ഞ ക്ലാസ്സിൽ ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ടേനു അഹദയുടെയും അറാദയുടെയും അങ്ങനെ ചെയ്യാൻ വേണ്ടിട്ട്. ആ പറഞ്ഞ രീതിയിലാണ് ഇട്ടിരിക്കുന്നത്. എന്താണ് പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല. എഴുതാൻ പറഞ്ഞ ഓർമ്മയുണ്ട്. 21 രൂപത്തിന് ഇടയിൽ വരുന്ന രൂപങ്ങളുടെ A4-ലോ A3-ലോ ഒക്കെ എഴുതാൻ പറഞ്ഞു. അതെ, അത് കഴിഞ്ഞ ക്ലാസ്സിൽ ഇന്ന് രാവിലെ കേട്ടത്. അതാണ് നല്ല. ഇന്ന് കഴിഞ്ഞ ക്ലാസ് ഇന്ന് രാവിലെ കേട്ട പിന്നെ പ്രയാസം. റിവൈസ് ചെയ്യേണ്ടത് ആദ്യത്തെ 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ്. അപ്പൊ രാത്രി തന്നെ റിവൈസ് ചെയ്യണമെന്ന് ഞാൻ നിർബന്ധം പിടിക്കുന്നില്ല. പക്ഷെ അത് നിയമം പറയും. നമ്മൾ പറയും മറന്നു പോകുന്നു പറയില്ലേ, അതിനുള്ള പരിഹാരം, യഥാർത്ഥ പരിഹാരം എന്ന് പറയുന്നത് മറവി സ്വാഭാവികമാണ്. നിങ്ങൾ വയസ്സായതുകൊണ്ടാണ് ഓർമ്മ വയ്ക്കാത്തത്, എനിക്ക് തിരക്കുള്ളത് കൊണ്ടാണ് ഓർമ്മ വയ്ക്കാത്തത്, ഞാൻ വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ടാണ് എനിക്ക് ഓർമ്മിച്ച് വയ്ക്കാൻ പറ്റാത്തത്. ഇതൊന്നുമല്ല സഹായം. ആദ്യത്തെ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് പാഠം ആവർത്തിക്കണം. ഇല്ലെങ്കിൽ മറക്കാൻ 70% മറക്കുമെന്നാണ് നിയമം പറയുന്നത്. അപ്പൊ നമ്മൾ വെയിറ്റ് ഞാൻ പറഞ്ഞു തീർക്കട്ടെ. ഇപ്പൊ നിങ്ങളെ കുറ്റമല്ല ഞാൻ പറയുന്നത്, പൊതുവിൽ ഉള്ള. ഇപ്പൊ ഷേഖ് അബൂബക്കർ സാഹിബൊക്കെ ഉണ്ട്. അബൂബക്കർ മനസ്സിലായില്ല. എത്രയായി വയസ്സ്? വയസ്സാണില്ല, മാത്രം മനസ്സിലായി, മനസ്സിലായില്ല. അപ്പൊ അദ്ദേഹം ഒരിക്കൽ എനിക്ക് 70 വയസ്സായതുകൊണ്ടാണ് മറന്നു പോകുന്നത്. അങ്ങനെ തികച്ചും തെറ്റിദ്ധാരണയാണ്. 70 വയസ്സുള്ളവരാണ് അമേരിക്കൻ പ്രസിഡന്റ്. അല്ലെങ്കിൽ അവരിപ്പോഴും വീണ്ടും 70 കഴിഞ്ഞു. ഇപ്പൊ ഞാനാണ് പ്രസിഡന്റ് ആകാൻ യോഗ്യതയുള്ളതെന്ന് പറയുന്നത്. അപ്പൊ ഞാനാണ് ഏറ്റവും വലിയ സമ്പന്നൻ, എന്താ പറയുക, ഏറ്റവും വലിയ വിദ്യാസമ്പന്നൻ, എനിക്ക് നയിക്കാൻ കഴിയും എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലേ? നമ്മുടെ പ്രധാനമന്ത്രി ചെറുപ്പക്കാരനല്ല. അപ്പോ ലോകം ഭരിക്കുന്നത് വൃദ്ധന്മാരാണെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് പഠിച്ചുകൂടാ? പഠിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ അതല്ല കാരണം, തിരക്കല്ല കാരണം, പക്ഷെ പ്രോപ്പർ റിവിഷൻ ആണ് കാരണം. പ്രോപ്പർ റിവിഷൻ എന്ന് പറഞ്ഞാൽ റിവൈസ് വിത്തിൻ 1 hour, നെക്സ്റ്റ് റിവിഷൻ വിത്തിൻ 24 hours, നെക്സ്റ്റ് റിവിഷൻ വിത്തിൻ 7 days, നെക്സ്റ്റ് റിവിഷൻ വിത്തിൻ അല്ല ആഫ്റ്റർ. അതായത് 7 ദിവസം കഴിഞ്ഞാൽ വീണ്ടും ആവർത്തിക്കുക, 1 month കഴിഞ്ഞാൽ വീണ്ടും ആവർത്തിക്കുക, 3 months കഴിഞ്ഞാൽ വീണ്ടും ആവർത്തിക്കുക, 6 months കഴിഞ്ഞാൽ വീണ്ടും ആവർത്തിക്കുക.
മറവി സ്വാഭാവികമാണ്, ആവർത്തനമല്ലാതെ ഒരു പരിഹാരവും ഇല്ല എന്നാണ്. അപ്പോൾ അത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ പറഞ്ഞപ്പോഴത്തേക്ക് ഒരു ആഴ്ച കഴിഞ്ഞിട്ടല്ല റിവൈസ് ചെയ്യേണ്ടതെന്ന് പറയാൻ വേണ്ടി പറഞ്ഞതാണ്. പറഞ്ഞ ആളെ കുറ്റപ്പെടുത്താൻ വേണ്ടിയാണോ അല്ലെങ്കിൽ വിമർശിക്കാൻ വേണ്ടി ഒന്നുള്ളതല്ല. സംഗതി പറഞ്ഞത് മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും ഒരു സാഹചര്യം പറയുമ്പോഴാണല്ലോ പറയുക. ആക്ച്വലി കഴിഞ്ഞ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ ആ ക്ലാസ് ഇപ്പോഴാണ് കേൾക്കാൻ വേണ്ടി പറ്റിയത്. അപ്പൊ വീണ്ടും ഹസ്ബൻഡിനെ മിസ്റ്റേക്ക് ആയി. റിക്വസ്റ്റ് ചെയ്യണം നമ്മള്. അപ്പൊ വീണ്ടും മിസ്റ്റേക്ക് ആയി. ഒരു ക്ലാസ് മിസ്സായാൽ ഇമ്മീഡിയറ്റ്ലി അത് കേൾക്കണം. ഇമ്മീഡിയറ്റ്ലി കേൾക്കണം. കാരണം നമ്മളൊക്കെ നിങ്ങളൊന്നും ക്ലാസ് വായിക്കുന്നതിന് ഡെഡിക്കേഷൻ ചെയ്യാൻ വേണ്ടിയാണ്. അല്ലാതെ നമ്മൾ ഇതുകൊണ്ടൊന്നും സംഭവിക്കാൻ പോകില്ല. ഇതുകൊണ്ടൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മൾ അതിന്റെ ബിയോണ്ട് എന്താ പറയാ, അതിനൊക്കെ അപ്പുറമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ എനിവേ അത് ഒരു ഡെഡിക്കേഷന് വേണ്ടി മാത്രമാണ്. അതും ചെയ്യുന്നില്ല എന്നുള്ളത് പിന്നെ നിങ്ങൾ ഫണ്ടും കൂടെ വേസ്റ്റ് ആക്കുകയാണ്. എനിവേ അപ്പോ അത് ചെയ്യുക. ഓരോന്നും ചെയ്യാൻ പറയുന്നത് ഞാൻ അങ്ങനെ ആ സമയത്ത് ഒരു പക്ഷേ ഞാനിതൊന്നും പ്ലാൻ ചെയ്ത് എഴുതി വെച്ചിട്ട് ചെയ്യുന്നതല്ല. ആ ഒരു അത് പ്രയോജനപ്രദമായിരിക്കും എന്ന് ആ സമയത്ത് എനിക്കൊരു തോന്നലുണ്ടാവും, അല്ലെങ്കിൽ ഒരു ബോധോദയം ഉണ്ടാകും. ആ സമയത്ത് ഞാൻ പറഞ്ഞില്ല, ഓക്കെ ഇത് ചെയ്യണം. ചെയ്ത് നോക്കിയാൽ ആ റിസൾട്ട് ഉണ്ട്. ഞാൻ പറഞ്ഞതൊന്നും വേസ്റ്റ് ആയി പോയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ധാരണ. അപ്പോ നമുക്ക് പറഞ്ഞു വെച്ച് എഴുതി വെച്ചൊന്നും ചെയ്യാൻ ക്ലാസ് എടുക്കാൻ പറ്റില്ല. അത് കാരണം പ്രസംഗിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സെമിനാറൊക്കെ അവതരിപ്പിക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ടാണ് ആനുഷംഗികമായി മനസ്സിൽ വരുന്ന പോയിന്റുകളാണ് പറഞ്ഞു തരുന്നത്. അപ്പൊ അതെന്ത് ചെയ്യാം, പരിഗണിച്ചാൽ നിങ്ങൾക്ക് അതുകൊണ്ട് ഉപയോഗം ഉണ്ടാവും. പരിഗണിച്ചില്ലേ എനിക്ക് നിങ്ങൾക്ക് ഉപയോഗമില്ല. പരിഗണിച്ചാൽ നിങ്ങൾക്ക് ഉപയോഗം ഉണ്ടാവും. ഓക്കെ. ماذا يريد الأبناء أن يشتروا من السوق؟ هل تذكرون؟ ആരെങ്കിലും ഓർമ്മയുണ്ടോ? പാഠം 18. പടം അക്ലാമ അപ്പൊ ഇങ്ങനെ ഒറ്റവാക്ക് പറഞ്ഞാ പോരാ. യുരീദൂന അൻ യശ്തറൂ. യുരീദൂന അൻ യശ്തറൂ എന്താണ്? അങ്ങനെയാണ് ഉത്തരം വരേണ്ടത്. അക്ലാമൻ أن يشتروا من السوق أقلاما ودفاتر ومساطر. طيب ماذا تريد البنات أن يأخذن؟ البنات ونبو أن يأخذن لسلمى. സൽമയെ കാണാൻ പോവാണ് മുസ്തശ്വരി. അപ്പോ അവൾക്ക് വേണ്ടി എന്തെടുക്കാനാണ് ബനാത്ത് ഉദ്ദേശിച്ചത്? ഒരു പാക്കറ്റ് അലുവ. ഇവിടെ നമ്മള് സ്വീറ്റ്സ് ആണ് നമ്മൾ പറയുന്ന അലുവ അല്ല. അവിടെ വേറെ കാര്യം. അവര് സ്വീറ്റ്സിനാണ് അലുവ എന്ന് പറയും. നമ്മൾ പ്രാക്ടിക്കലി സംഭവം വ്യത്യാസം. ഹൽവ. അപ്പൊ എന്താ അർത്ഥം? ഉത്തരം എന്താ പറയാ, എങ്ങനെ പറയാ? ഇവിടെ ചോദ്യത്തിൽ നിന്നും ഉത്തരം ഉണ്ടാക്കി പഠിക്കണം. മാതാ ഒഴിവാക്കണം, ബാക്കി ഇരീതല്ല തുരീദ്. അപ്പൊ തുരീദുൽ ബനാതു അൻ യഖുദ്ന, തുരീദുൽ ബനാതു അൻ യഖുദ്ന എന്തെടുക്കാൻ? ഉൽബത ഹൽവ. ഉൽബത ഹൽവ ലി സൽമ. ഓക്കെ. സഹിഹമായത് ആമിനത്തു ബിന്തു ഹാമിദിൻ. എന്ത് മനസ്സിലായി പാടത്ത് നിന്നും? ആമിന ആരാണ്? ഹാമിദിന്റെ മകളാണ്. അല്ല, പാടത്ത് നിന്ന് എന്ത് മനസ്സിലാക്കിയെന്നാണ് ചോദിക്കുന്നത്. ആമിനത്ത് ബിന്തു ഹാമിദ് ശരിയാ തെറ്റോ? തെറ്റ്. ശരിയാക്കൂ. വൈഫാണ്. നമ്മൾ ഈ വൈഫാണെന്ന് വീട്ടാണെന്നൊക്കെ പറയുമ്പോ എല്ലാം അറബിയിലൊക്കെ പറഞ്ഞാൽ മതി. സൗജത്താണെന്ന് പറഞ്ഞോ, പിന്നെ സെന്റൻസിലേക്ക് ആക്കുക. ആമിനത്തു സൗജത്തു ഹാമിദിൻ. പിന്നെ അടുത്തത് തുരീദു ആമിനത്തു അൻ തസൂറ ഉഖ്തഹ. ഒറ്റ പ്രാവശ്യം വായിച്ച എനിക്ക് ഓർമ്മയുണ്ട്. എന്താണ്? തൂ ആണോ തീ ആണോ തായാണോ? തസൂറ. വിസിറ്റ് ചെയ്യാൻ. ആരെ വിസിറ്റ് ചെയ്യാൻ? ജാറത്തിന്. അപ്പൊ എന്താണ്?
ജാറത്തഹ അപ്പൊ എന്താണ് മഫ്ഊലുൻ ബിഹിയാണ്. സൂറ ജാറത്തഹ ജാറത്തഹ. الثالث قال حامد لزوجته يغسلي يديني الأسود. ശരിയാ നോ തെറ്റോ? കമീസി അബിയദ അല്ലേ? കമീസി അൽ അബിയദ സോറി ഖമീസു ഖമീസഹു അൽ അല്ലല്ല, അബിയദ. ഇവിടെ ടെൻസ് എന്താ പറയാ, സ്പീച്ച് മാറ്റാൻ പറയുന്നില്ല. ഇവിടെ എഴുതിയിരിക്കുന്ന പ്രസ്താവന ശരിയോ തെറ്റോ, തെറ്റെങ്കിൽ തിരുത്തുക. നമ്മൾ ടെൻസ് മാറ്റേണ്ട, അല്ലെങ്കിൽ അതിന്റെ റിപ്പോർട്ടർ സ്പീച്ച് അല്ലാത്ത സ്പീച്ച് ഒന്നും മാറ്റാൻ പറയുന്നില്ല. അത് തെറ്റാ. ഓ യുരീദു ഖമീസി അബിയദ. ഓക്കേ ഖമീസിയൽ അബിയദ. قال حامد لزوجه يغسلي قميصي الأبيض. إلى الرابع يريد الأبناء أن يذهبوا إلى السوق قبل الصلاة. സലാത്തിന്റെ മുമ്പെയാണോ പോകാൻ ഉദ്ദേശിച്ചത്? അഭിനായ بعد الصلاة. يريد الأبناء أن يذهبوا إلى السوق بعد الصلاة. الخامس أراد زملاء الأبناء أن يذهبوا إلى حديقة الحيوانات. حديقة الحيوانات എന്താ? സൂ ആണോ? ഹദിയഖത്തുൽ ഹയവാനാത്ത് എന്ന് പറഞ്ഞാല് മൃഗങ്ങളുടെ തോട്ടം. മൃഗങ്ങളുടെ തോട്ടം ഏതാ? സൂ ആണ്, മൃഗശാല കേട്ടോ. അപ്പൊ മൃഗശാലയിലാണോ അവർ പോകാൻ ഉദ്ദേശിച്ചത്? മൃഗശാലയുടെ വാക്ക് തന്നെ പാടത്ത് വന്നിട്ടില്ല. അവരെവിടെ പോകാൻ ഉദ്ദേശിച്ചത്? കാഴ്ച ബംഗ്ലാവിന്റെ വാക്ക് പറഞ്ഞ ഓർമ്മയുണ്ടോ? നിങ്ങൾ ചോദിച്ചില്ലേ കാഴ്ച ബംഗ്ലാവ്? أراد زملاء الأبناء أن يذهبوا إلى المتحف. السادس يريد حامد أن يذهب إلى المستشفى مع زوجته. مستشفى ആരെവിടെയാണ് പോകാൻ ഉദ്ദേശിച്ചത്? يريد حامد أن يذهب إلى المستشفى مع زوجته مع بناته. زوجته لا، مع بناته. الثالث يسأل المدرس كل من الطلاب هذا السؤال. ماذا يريد هؤلاء الطلاب؟ ويجيب الطلاب ويقول هؤلاء يريدون أن. അപ്പോ യുരീദൂന അൻ ചേർത്തിട്ട് ഒരു ഉത്തരം പറയാം. മാതാ യുരീദു ഹഉലാഇ തുല്ലാബു. അപ്പൊ തുല്ലാബാണ് ഇത് സബ്ജക്റ്റ്. അപ്പൊ തുല്ലാബ് സബ്ജക്റ്റ് ആണ്. അപ്പം ഹഉലാഇ യുരീദൂന. അപ്പൊ മാതാ യുരീദു ഹഉലാഇ തുല്ലാബു. ഈ ആൺകുട്ടികൾ എന്ത് ഉദ്ദേശിക്കും? ഈ ബോയ്സ് എന്ത് ഉദ്ദേശിക്കും? ഹഉലാഇ യുരീദൂന. അപ്പൊ പറയുന്നു ഉത്തരം ഹഉലാഇ യുരീദൂന അൻ. എന്താ പറയാ? ഏതെങ്കിലും ഒരു അൻ ചേർത്ത് എന്തെങ്കിലും കംപ്ലീറ്റ് ചെയ്തു. ആയിക്കോട്ടെ. മുഖ്താറൻ മിനൽ ജുമലിൽ ആദ്യ. ഇവിടെ ഈ സെന്റൻസിന് എടുക്കണമെന്നാണ്. യദ്ഹബു ഇലൽ മൽഅബ് പറയാം. യദ്ഹബൂന ഇലൽ മൽഅബി. യസ്കുനൂന ഇലൽ മഹാജിരി. അപ്പൊ ഒരാൾ പറഞ്ഞ് യദ്ഹബൂന ഇലൽ മൽഅബി ആണെങ്കിൽ എന്ത് പറയണം? ഹഉലാ യുരീദൂന അൻ يذهبوا إلى الملعب. يذهبوا إلى الملعب. അടുത്തയാള് يسكنون في مهاجر الجامعة എന്ന് പറഞ്ഞാൽ എന്ത് പറയണം? هؤلاء يريدون أن يسكنوا في مهاجر الجامعة. അടുത്തയാള് يجلسون في الصف الأول ആണെങ്കിൽ എന്ത് പറയണം? هؤلاء يريدون أن يجلسوا في الصف الأول. അടുത്തയാള് يرجعون إلى المهاجر بعد الحصة الثانية ആണെങ്കിൽ هؤلاء يريدون أن يرجعوا إلى المهاجر. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി എല്ലാത്തിന്റെയും എന്ത് ചെയ്യണം?
നൂന് കളഞ്ഞിട്ട് ഇവിടെ പുല്ലിംഗമാണ്, അതുകൊണ്ട് നൂന് കളഞ്ഞ് ബാക്കി കംപ്ലീറ്റ് ചെയ്താൽ മതി. അടുത്തത് തഅമ്മൽ മായിൽ, ഇതെല്ലാം ന്യായമുള്ള പുല്ലിംഗമാണ്, അതുകൊണ്ട് ഞാൻ ഒഴിവാക്കിയാണ്. അറാബിയ തഅമ്മൽ മായിൽ, താഴെ പറഞ്ഞത് ശ്രദ്ധിക്കുക. അൽ ഹംസ് മജ്മുഅത്ത് ഹംസ് ഗ്രൂപ്പ് എ. ഹുവ യദ്ഹബു, ഹുവ യുരീദു അൻ യദ്ഹബ, ഹിയ തദ്ഹബു, ഹിയ തുരീദു അൻ തദ്ഹബ, അൻത തദ്ഹബു, അൻത തുരീദു അൻ തദ്ഹബ. അപ്പൊ എന്താ മനസ്സിലായത്? അൻ വന്നപ്പോൾ അവിടെ എന്തായി? ഫതഹത്ത് വെളിവായി. ഇതിലൊക്കെ അൻ യദ്ഹബ ഏകവചനം, തുരീദു അൻ തദ്ഹബ ആ പെണ്ണ് പോകാൻ ഉദ്ദേശിക്കുന്നു, അപ്പൊ അവിടെ ഏകവചനം, സ്ത്രീലിംഗ ഏകവചനം, ഫതഹത്ത് വെളിവായി. അൻത തുരീദു അൻ തദ്ഹബ, അവിടെയും അൻത എന്നുള്ളത് ഏകവചനം, അതുകൊണ്ട് തുരീദു അൻ തദ്ഹബ ഫതഹത്ത് വെളിവായി. അൻ വന്നപ്പോൾ എന്ത് ചെയ്യണം? അപൂർണ ക്രിയയുടെ അവസാനത്തിൽ ഫതഹത്ത് നസ്ബ് ചെയ്യണം. അപ്പൊ ഇവിടെ ഏകവചനത്തിൽ ഫതഹത്ത് വെളിവായി. അടുത്തെന്താ? അന അദ്ഹബു, അന ഉരീദു അൻ അദ്ഹബ, അവിടെ എന്താണ്? ഏകവചനമാണ്, അവിടെയും ഫതഹത്ത് വെളിവായി. നഹ്നു, നഹ്നു എന്ത്? ബഹുവചനമാണ്. പക്ഷേ നഹ്നുവിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് നഹ്നു എന്ന് പറയുന്നത് അത് നദ്ഹബ, അപ്പോ ഊനയുള്ള ബഹുവചനമല്ല അത്. ഹും ആണെങ്കിൽ ഹും യദ്ഹബൂന എന്നാണ് പറയുന്നത്, അവിടെ ഊനയുണ്ട്. അൻതും ആണെങ്കിൽ അൻതും തദ്ഹബൂനയാണ്, അവിടെയും ഊനയുണ്ട്. അതേസമയം നഹ്നു എന്ന് പറയുന്നത് ഊനയുള്ള ബഹുവചനമല്ല, അതുകൊണ്ട് അവിടെയും ഫതഹത്ത് വെളിവാകും. നഹ്നു നുരീദു അൻ നദ്ഹബ, അവിടെയും ഫതഹത്ത് വെളിവാകും. ക്ലിയർ ആണല്ലോ? ആണോ അല്ലേ? ഏകവചനത്തിലും നഹ്നു എന്ന് പറയുന്ന പദത്തിലും നഹ്നു പറയുന്ന, ഞങ്ങൾ പറയുന്നതിലും എന്താണ്? വെളിവാകും. നഹ്നു നുരീദു അൻ നദ്ഹബ, അവിടെ എന്താവും? നസ്ബ് ചെയ്യുമ്പോൾ അൻ വന്ന് നസ്ബിക്ക് അപൂർണ ക്രിയക്ക് നസ്ബ് ചെയ്യുമ്പോൾ ഫതഹത്ത് വെളിവാകും. ഫതഹത്ത് കൊണ്ടാണ് നസ്ബ് ചെയ്യുന്നത്. എന്താണ് എന്താണ് ഖിസ്മുൽ ബാ ഗ്രൂപ്പ് ബി. ഹും യദ്ഹബൂന, ഹും യുരീദൂന അൻ യദ്ഹബൂ, അവിടെ എന്താണ്? ന്യായമുള്ള ബഹുവചനമാണ്, അപ്പൊ ഞാൻ കളഞ്ഞു. യദ്ഹബൂന, അപ്പൊ എന്ത് ചെയ്യണം? ഞാൻ കളയണം. അൻതും തദ്ഹബൂന, അൻതും തുരീദൂന അൻ തദ്ഹബൂ, അപ്പം തദ്ഹബൂന ഒരു ഞാൻ കളഞ്ഞിട്ടാണ് നസ്ബ് ചെയ്യുക. അൻതി തുരീദീന, അൻതി തദ്ഹബീന എന്നുള്ളത് അൻതി തുരീദീന അൻ തദ്ഹബീ, അപ്പൊ എന്താണ്? അതിനാ നമ്മൾ പറയുക ഊനയും ഈനയും ആണെങ്കിൽ എന്താണ്? ഞാൻ കളയണം അല്ലെ? ആനി വന്നില്ല ഇവിടെ. ഹുന്ന യദ്ഹബന, ഹുന്ന യദ്ഹബന, അപ്പൊ എന്താണ്? ഹുന്ന പെണ്ണുങ്ങൾ, പെണ്ണുങ്ങൾ വരുമ്പോൾ എന്ത് എന്ന് പറഞ്ഞു? പെണ്ണുങ്ങൾ ഒരുപാടാണെങ്കിൽ സ്ട്രോങ് ആയിരിക്കും, ഉറച്ചു നിൽക്കും, മാറില്ല. ജലപീരങ്കി വന്നാലും അല്ല പീരങ്കി വന്നാലും മാറില്ലെന്നാണ്. അതുകൊണ്ട് ഹുന്ന യുരിദിന അൻ യദ്ഹബന, അപ്പോ ഞാൻ കളയൂല. പെണ്ണുങ്ങളുടെ ഞാൻ സന്ദർഭത്തിനനുസരിച്ച് മാറുന്നതല്ല. പെണ്ണുങ്ങളുടെ ഞാൻ എന്ന് ഞാൻ പറഞ്ഞാല് സ്ത്രീലിംഗ ബഹുവചനത്തിന്റെ ന എന്നർത്ഥം, സ്ത്രീലിംഗ ബഹുവചനത്തിന്റെ ന. അപ്പൊ എളുപ്പത്തിൽ പറയാനാണ് പെണ്ണുങ്ങളുടെ ന എന്ന് പറയുന്നത്. അതിന് അറബിയിൽ പറയുന്ന പേര് അതാണ്, നൂനു നിസ്വത്തി എന്നാണ് പറയുന്നത്. നിസ്വത്ത്, പെണ്ണുങ്ങളുടെ ന. അതെന്ത് ചെയ്യൂല? സാഹചര്യത്തിനനുസരിച്ച് ഒലിച്ചു പോകുന്നതല്ല. ആണുങ്ങളുടെ ന്യായാണെങ്കിലോ അത് പോകും. പക്ഷെ അതേപോലെ ഒരു പെണ്ണിന്റെ ന്യായാണെങ്കിലും അതും പോകും. പെണ്ണുങ്ങളുടെ ന്യായാണെങ്കിൽ അത് പോകില്ല. അപ്പൊ ഹുന്ന യുരിദിന അൻ യദ്ഹബന, അതില് ഞാൻ പോകില്ല. അൻതുന്ന തദ്ഹബന, അൻതുന്ന തദ്ഹബന വരുമ്പോൾ അൻതുന്ന തുരിദിന അൻ തദ്ഹബന,
അവിടെ എന്താണ്? പെണ്ണുങ്ങളുടെ നായാണ് അല്ലേ? ഇതിലേക്ക് ബഹുജനമാണ്. അൻതുന്ന നിങ്ങളാകുന്ന പെണ്ണുങ്ങൾ, തുരീദിന നിങ്ങൾ രസിക്കുന്നു, അൻതദ്ഹബിന നിങ്ങൾ പോകുന്നു. അപ്പോ സ്ത്രീകളുടെ നാ എന്ത് ചെയ്യില്ല, സന്ദർഭത്തിനനുസരിച്ച് മാറുന്നതല്ല, അല്ലെങ്കിൽ ഒഴിവാക്കപ്പെടുന്നതല്ല. അത് എപ്പോഴും ഉറച്ചു നിൽക്കുന്ന നായാണ്. الخامس ضع في الأماكن الخالية الفعل يذهب. ضع في الأماكن الخالية. خالية അറിയാലോ, കാലിയായ അമാക്കിൻ മക്കാനുകൾ, സ്ഥലങ്ങൾ. يذهب يذهب الفعل يذهب. فعل يذهب എന്നാണ്. يذهب എന്ന ഫിഅല് ആഡ് ചെയ്യണം, ഇൻസർട്ട് ചെയ്യണം അല്ലെങ്കിൽ വെക്കണം. മുസ്നദൻ ഇലാ ളമാഇരിൽ മുനാസബത്ത്. ഇസ്നാദും ളമീർ എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പ് പറഞ്ഞു, നമ്മൾ പഠിച്ചതനുസരിച്ചുള്ള പട്ടികയുടെ പരിവർത്തന വന്ന രൂപം വെക്കാനാണ് മുസ്നദൻ ഇലാ ളമാഇരിൽ മുനാസബത്ത് എന്ന് പറഞ്ഞത് കേട്ടോ. ഇവിടെ സർവനാമം ചേർക്കുക എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ടെക്നിക്കൽ വാക്ക്. പക്ഷെ നമ്മൾ സർവനാമം ചേർക്കുക എന്ന് പറഞ്ഞിടത്ത് രണ്ട് രീതി നമ്മൾ ചേർന്നുള്ളൂ. ഒന്ന് ഫെയിലിന്റെ അകത്ത് ഉള്ള സർവനാമം, പിന്നീട് ഖലഖഹു പോലെ സർവനാമം. അതൊക്കെ കൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഇത് പട്ടിക എഴുതാനാണ് പറഞ്ഞത്. യോജിച്ച ഉചിതമായ രൂപം, യദ്ഹബുവിന്റെ ഉചിതമായ രൂപം എഴുതുക എന്നാണ് നമ്മൾ പറഞ്ഞ നമ്മുടെ ഭാഷയിൽ. ഉചിതമായ യദ്ഹബുവിന്റെ ഉചിതമായ രൂപം ചേർക്കണം. അപ്പൊ യുരീദു തുല്ലാബു അൻ എന്ത് ചേർക്കണം? ഇലൽ മുത്തഹഫി ഗദൻ ചേർക്കണം. യദ്ഹബുവിന്റെ എന്താ ചേർക്കേണ്ടത്? അൻ യദ്ഹബു. തുല്ലാബ് മുൻകടന്നാൽ യദ്ഹബുവിന്റെ ബഹുവചനം വേണം കേട്ടോ. കർത്താവ് മുൻകടന്നാൽ പിന്നെ ക്രിയ വന്നാൽ ക്രിയയുടെ ബഹുവചനം. അപ്പൊ അൻ യദ്ഹബു. അസ്സാനി യാ ഉസാമത്തു. ഉസാമത്താണോ പെണ്ണോ? ഉസാമത്താണോ? ഉസാമത്ത് ബിൻ സൈദ്. അപ്പൊ ആണിന്റെ പേരാണ്, താഴെ ഉള്ളൂ. തുരീദു അൻ أن تذهب إلى مكتب البريد لتأخذ البرقية. ഈ ബർക്കിയത്ത് എന്താണ്? ബർക്കിയത്ത് എന്താണ്? ടെലഗ്രാം. ബർക്കിയത്ത് എന്ന് പറഞ്ഞാൽ ടെലഗ്രാം. അപ്പൊ ബർക്കിയത്ത് ഖുർആൻ ഏത് രീതിയിലാണ് വന്നിരിക്കുന്നത്? ഖുർആനിലെ ബർക്കിയത്ത് ഏത് രീതിയിലാണ് വന്നിരിക്കുന്നത്? ലൈറ്റ്നിങ് എന്നോ? ഏതാണ്? ലൈറ്റ്നിങ്. അത് തന്നെ. എന്താ വാക്ക്? ബർക്കി. മിന്നൽ. البقرة. ബക്കറ. ഓക്കെ. അസാലിസ് അന ഉരീദു അൻ أذهب إلى بلدي في عطلة الصيف. عطلة الصيف എന്താണ്? സമ്മർ വെക്കേഷൻ. ഞാൻ നാട്ടിൽ പോകാൻ ഉദ്ദേശിക്കുന്നു. الرابع يريد عمي أن يذهب إلى جدة ليشتري سيارة. എങ്ങനെ വായിക്കുക? സയ്യാറ. താവര ഒരു പത്ത് പോരാ അവിടെ. എന്തുകൊണ്ട് ഒരു പത്ത് കളഞ്ഞ് നിങ്ങൾ? തൻവീനുള്ളതാണ് യഥാർത്ഥത്തിലുള്ള രൂപം. യഥാർത്ഥത്തിൽ നാമത്തിന് തൻവീനുമുണ്ട്, നമ്മും ഉണ്ടാവും. അപ്പൊ സിയാറത്ത എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എന്തായി? സ്റ്റഡി വന്നപ്പോൾ മഫ്ഊലും ബിഹി ആയതുകൊണ്ട് 10 കൊടുത്തു. പിന്നെ ഒരു 10 എന്തിന് കളഞ്ഞു? അതിന് കാരണം. അപ്പൊ തൻവീൻ പോകുന്നത് ഒന്നുകിൽ ഇളാഫത്ത് വരിക അല്ലെങ്കിൽ അൽ വരിക. ഒന്നുകിൽ അൽ വരിക അല്ലെങ്കിൽ ഇളാഫത്ത് വരിക. ഒന്നുകിൽ അൽ വരിക അല്ലെങ്കിൽ ഇളാഫത്ത് വരിക. എങ്കിലേ എന്ത് ചെയ്യുള്ളൂ? അൽ പോവുള്ളൂ, സോറി തൻവീൻ പോവുള്ളൂ. അല്ലെങ്കിൽ തൻവീൻ പോവുള്ളൂ. അപ്പൊ സയ്യാറത്തൻ, ഒരു കാർ വാങ്ങിക്കാൻ അദ്ദേഹം അന്ന് ജുദ്ദയിലേക്ക് പോകുന്നു. الخامس أين تريد أن تذهب بعد الدرس يا
അല്ല അഹവാത്താണ്. അപ്പൊ മോളെ അഹവാത്താകുമ്പോൾ എന്ത് വേണം? തദ്ഹബന അൻ തദ്ഹബന തദ്ഹബന أن تذهبن يا أخوات. نحن نريد أن نذهب إلى باكستان في أسبوع المقبل. أسبوع المقبل هذا coming week, next week. coming week എന്നാണ് നമ്മുടെ പിന്നെ അർത്ഥം. പക്ഷെ മീനിങ് നമ്മൾ ശരിക്കും ഉള്ള ഭാഷ പറഞ്ഞാൽ നെക്സ്റ്റ് വീക്ക് ഉസ്ബുഉൽ മുഖ്ബിൽ. അപ്പൊ നെക്സ്റ്റിന്റെ വാക്കല്ല ഉപയോഗിച്ചിരിക്കുന്നത്, മുഖ്ബിൽ എന്ന് പറഞ്ഞാൽ വരുന്ന. നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ വരുന്ന ആഴ്ച എന്നത്. അപ്പൊ ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ നെക്സ്റ്റ് വീക്ക് എന്ന് പറയും. അറബിയിൽ വരുന്ന ആഴ്ചയുടെ ആ ഒരു പ്രയോഗമാണ് ഉള്ളത്. അസ്സാബ് അഖവാതി യുരിദിന അൻ, ഇവിടെ ഉണ്ട് കാരണം യുരിദിന വന്നാൽ അതേപോലെ തന്നെയാണ്. يذهبن إلى المكتبة هذا المساء. ഞാനൊരു മീറ്റിംഗിലാണ്, അതുകൊണ്ടാണ് എടുക്കാതിരുന്നത്. പിന്നെ എന്താ സംഭവം? സാധനം എത്തിയോ? 8 മണിക്ക് വരും. 8 മണിക്ക് വരും. ഓക്കെ, 8 മണിക്ക് വരും. ശരി. അപ്പൊ അഖവാതി യുരിദിന അൻ യദ്ഹബന ഇലൽ മക്തബതി ഹാദൽ മസാഅ. ഉമ്മി തുരീദു അൻ تذهب إلى الصيدلية لتشتري دواء. صيدلية എന്താണ്? ഫാർമസി, دواء മെഡിസിൻ. التاسع متى تريدين أن تذهبين أن تذهبي ദീന എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പെണ്ണുങ്ങളുടെ ന്യായാണ് അത്. പെണ്ണുങ്ങളുടെ ന്യായ്ക്ക് മുമ്പ് സുക്കൂനായിരിക്കും ഉണ്ടാവുക. ഇത് പെണ്ണിന്റെ ന്യായാണ്. ഒരു പെണ്ണുങ്ങൾ തദ്ഹബി തുരീദീന അൻ തദ്ഹബി അതിനാണ് നമ്മൾ പറഞ്ഞത് ആനീന ഊനയുടെ ന്യായാണ് പോവുക, അല്ലാത്ത ഞാൻ പോവില്ല. ഇലൽ മുസ്തഷ്ഫ ലിഇയാദത്തി അൽ ഖാലത്ത്. ഖാലത്ത് എന്താ? ആരാണ് ഖാലത്ത്? ഉമ്മയുടെ സഹോദരി. തായുണ്ടെങ്കിൽ സഹോദരി. ഖാലാണെങ്കിൽ ഉമ്മയുമായിട്ട് ബന്ധപ്പെട്ടത്, അമ്മ ആണെങ്കിൽ വാപ്പയുമായി ബന്ധപ്പെട്ടത്. കേട്ടാ, ഇടയിൽ ആരോ അമ്മായി എന്ന് പറഞ്ഞു പോയിട്ടുണ്ട്, ശ്രദ്ധിക്കുക. അമ്മ ആണെങ്കിൽ വാപ്പയുമായി ബന്ധപ്പെട്ടത്, ഒന്നുകിൽ വാപ്പയുടെ സഹോദരൻ, അമ്മത്താണെങ്കിൽ വാപ്പയുടെ സഹോദരി. ഖാലാണെങ്കിൽ ഉമ്മയുമായി ബന്ധപ്പെട്ടത്. ഖാലാണെങ്കിൽ പിന്നെ ഉമ്മയുടെ സഹോദരൻ, ഖാലത്താണെങ്കിൽ സഹോദരി. തായുണ്ടെങ്കിൽ പെണ്ണ്, തായില്ലെങ്കിൽ ആണ്. അമ്മ ആണെങ്കിൽ തായുണ്ടെങ്കിൽ പെണ്ണ്, തായില്ലെങ്കിൽ ആണ്. അമ്മ വന്നാൽ വാപ്പയുമായി ബന്ധപ്പെട്ടത്, ഖാല് വന്നാൽ ഉമ്മയുമായി ബന്ധപ്പെട്ടത്. ഇത് മാത്രം മനസ്സിലാക്കിയിരുന്ന 2 വാക്കേ അറിയേണ്ടത്. ബാക്കി 3 വാക്കും നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് കിട്ടും. ഇയാദത്തുൽ ഖാലത്തി. പിന്നെ യാ ഉമ്മ കുൽസൂമിൻ അവിടെ അടയാളം ഇട്ടിട്ടുണ്ട്. യാ ഇഖ്വാനു അതുരീദൂന അൻ തദ്ഹബൂ ഇലാ ഹദീഖത്തുൽ ഹയവാനാതി അൽയൗം. നിങ്ങൾ മൃഗശാലയിൽ പോകണുണ്ടോ? അക്മിൽ കുല്ല മിനൽ ജുമൽ ആതിയതി ബിവദഇ ഫിഅലിൽ മുദാരിഇ മുനാസിബിൻ. സ്യൂട്ടബിൾ ഇംപെർഫെക്റ്റ് ടെൻസിലുള്ള വെർബ് ചേർക്കും, അനുയോജ്യമായ ഫിഅൽ മുദാരി ചേർക്കും. ഏത് ഫെയിലും ആകാം, പക്ഷെ അനുയോജ്യമായ രൂപമായിരിക്കണം. ഖറജത്തുല്ലാബു മിനൽ ഫുസൂലി കൊടുത്തിരിക്കുന്നത് സബബ ദൗബ.
സബബ ബൗബ ബൗബ എന്താണ്? ബഹളം. ബഹളം. സബബ് കാരണം. കാരണം, റീസൺ. അപ്പൊ എന്താണ് റീസൺ? കുട്ടികൾ പുറത്തു പോയത് എന്താ? ക്ലാസ്സുകളിൽ നിന്ന് ലീ അവര് മനസ്സിലാക്കുന്നതിന്, അറിയുന്നതിന്. ലീ തുല്ലാബ് ബഹുവചനമാണ്. എന്നാണ് വരിക. നീട്ടണം. തുല്ലാബു خرجت الطلاب من الفصول ليعرفوا سبب الضوضاء. الثاني من أي إذاعة تريدون أن الأخبار يا سادته؟ يسمع كيتو تسمعوا. تريدون أن تسمعوا الأخبار يا سادته. سادة أنا جنتلمان. സയ്യിദാത്തി വസാദത്തി. ഫ്ലൈറ്റിലൊക്കെ ചെല്ലുമ്പോ അനൗൺസ് ചെയ്യും, സയ്യിദാത്തി വസാദത്തി. എന്താ? ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. വസാദത്ത് എന്ന് പറഞ്ഞാൽ ജെന്റിൽമെൻ. സാദത്ത് സയ്യിദിന്റെ ബഹുവചനാണ് സാദത്ത്. സയ്യിദ് മിസ്റ്റർ, സാദത്ത് ജെന്റിൽമെൻ. ഓക്കെ. ഇനി അസാദത്ത് എന്ന് എഴുതുന്ന മെസ്സേജ് എന്ന അർത്ഥത്തിലും അസാദത്ത് എന്ന് എഴുതും. മിസ്റ്റർ സയൻസോ മിസ്റ്റർ നജും അബ്ദുൽ വാഹിദ് ആണെങ്കിൽ എന്ത് ചെയ്യും? മിസ്റ്റർ എഴുതുക. അപ്പൊ അതിന്റെ ബഹുജനുള്ള പദമാകില്ല, മെസ്സേജ് എന്നാണ് എഴുതുക. മിസ്റ്ററിന്റെ ബഹുജനം മെസ്സേജ്. അപ്പോ സ്ഥാപനങ്ങളുടെ പേര് വരുമ്പോൾ മിസ്റ്റർ ചേർത്തല്ല എഴുതുന്നത്, മറിച്ചെന്താണ്? മെസ്സേജ് ചേർത്തിട്ടാണ് എഴുതുന്നത്. അപ്പൊ എന്ത് ചെയ്യും? അറബിയില് MS എന്ന് ഇംഗ്ലീഷിൽ എഴുതും, അറബിയിൽ എന്ത് എഴുതും? അസാദ എന്നത് അലിഫ്ലാം ചേർത്ത് അസാദത്ത്. അസാദ മറ്റൊരു കൈബിനും ഷർത്ത മഹീന എന്ന് പറയും. അല്ല നമ്മൾ പറയും ബാർ ഒഴിവാക്കണം, ബാക്കി എഴുതുക. ഓക്കെ. അപ്പം സെക്രട്ടറി പ്രാക്ടീസ് വേറെ പഠിപ്പിക്കുന്നു. അസാലിസ് യാ സൈനബു أيمكنك أن هذا العنوان باللغة الفرنسية؟ تستوري أيمكنك أن تكتبي؟ تكتبين على نابل. الرابع خرجت الطالبات الجدد إلى المديرة. خرجت الطالبات പെൺകുട്ടികൾ പുറത്തുപോയി. പുതിയ ലിയദ്ഹബന ഇല മുദീറത്തി, അഡ്മിനിസ്ട്രേഷന്റെ അടുത്തേക്ക് പോകുന്നതിന് വേണ്ടി. الخامس جاء هؤلاء الطلاب إلى الجامعة الإسلامية من بلاد مختلفة. جاءت هؤلاء الطلاب ഈ ആൺകുട്ടികൾ വന്നു, സ്റ്റുഡൻസ്, ഇലൽ ജാമിയത്തി യൂണിവേഴ്സിറ്റിയിലേക്ക്, അൽ ഇസ്ലാമിയ ജാമിയ ഇസ്ലാമിയയിലേക്ക്, ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിലേക്ക്. മിൻ ബിലാദിൻ മുഖ്തലിഫത്തിൻ, വ്യത്യസ്ത ബിലാദ് നാടുകൾ, മുഖ്തലിഫത്തിൻ വ്യത്യസ്തമായ, കേട്ടാ, ഡിഫറൻറ്റ്, മുഖ്തലിഫത്ത് ഡിഫറൻറ്റ്. അതൊരു ആ രീതി നമ്മൾ ലാംഗ്വേജ് ഉപയോഗിക്കുന്ന രീതിയിലുള്ള ഒരു പ്രയോഗമാണ്. ഒരു എന്താ പറയാ, അങ്ങനെയാണ് ഇതിന്റെ വരിക. ശരിക്കും എന്താണ്? യഖ്തലഫ ഭിന്നിച്ചു എന്നാണ്. മുഖ്തലിഫത്ത് എന്ന് പറഞ്ഞാൽ വിഭിന്നമായ, മുഖ്തലിഫുൻ ഭിന്നിച്ചവൻ, മുഖ്തലിഫൻ അതെ ഭിന്നിച്ചവൻ എന്ന അർത്ഥം. അപ്പൊ എന്താണ്? ബിലാദിൻ മുഖ്തലിഫത്തിൻ വിഭിന്നങ്ങളായ നാടുകളിൽ നിന്ന്. ലി اللغة العربية اللغة العربية അറബി ഭാഷ ഗ്രഹിക്കുന്നവരെന്നാ പറയേണ്ടത്? ലിയദ്റുസു അൽ-ലുഗത്താണ്. ചേർത്ത് വായിക്കുമ്പോൾ നീട്ടില്ല, പക്ഷെ നമുക്കിവിടെ
പറയുമ്പോഴത്തേക്ക് അറിയണം നീട്ടിയാണ് പറയുന്നത്. ലോകത്തുൽ അറബിയ്യത വൽ ഖുർആന വൽ ഹദീസ വൽ ഫിഖ്ഹ വൽ തൗഹീദ്. തൗഹീദ് എന്താണ്? തൗഹീദ് ഇംഗ്ലീഷ് എന്താ പറയും? ഇംഗ്ലീഷിലോ? മോണോത്തോയിസം. എന്തേനു? മോണോത്തോയിസം. മോണോത്തോയിസം. ഏകത്വം. ഏകത്വം. തൗഹീദ് ഏകത്വം. മോണോത്തോയിസം എന്ന് ഇംഗ്ലീഷിൽ പറയും. തൗഹീദിന്റെ ഓപ്പോസിറ്റ് ഷിർക്ക്. ഫിഖ്ഹ് എന്താണ്? ഫിഖ്ഹിന് എന്താ ഇംഗ്ലീഷ് പറയും? ഹദീസ് എന്ന് പറഞ്ഞാൽ പ്രൊഫറ്റ്സ് ട്രഡിഷൻ. ഹദീസ് അൽ ഖുർആൻ. ഓക്കെ. السادس أتريدن أن القهوة يا بنات تشربن. കാരണം തുരിദിന എന്ന് വന്നുകൊണ്ട് പിന്നെ എന്തായാലും നമുക്കറിയാം തഷ്റബിന. അപ്പോ അവിടെ എന്താണ്? നൂന് നിസ്വത്താണ്, അതിന് മുമ്പ് സുക്കൂനാണ്. പെണ്ണുങ്ങളുടെ നൂന് വന്നാൽ പോവില്ല. പെണ്ണുങ്ങളുടെ നൂനിന്റെ നൂനാണ് എന്ന് അറിയുന്നതിന്റെ അടയാളമാണ്. അതിന് മുമ്പ് സുക്കൂനായിരിക്കും. പോണ നൂനാണെങ്കിൽ അതിന് മുമ്പ് ദീർഘമായിരിക്കും. പോകാത്ത നൂനാണെങ്കിൽ അതിന് മുമ്പ് സുക്കൂനായിരിക്കും. السابع يا أيها الإخوان لا تخرجوا من الفصل قبل أن خروجാണോ? അതിനുശേഷം ഫേല് മുളാരിയാക്കി പറയും അതിനെ. أن يخرج قبل أن يخرج المدرس. اخرجوا بعد أن يخرج. وادخلوا الفصل قبل أن. الإخوان لا تخرجوا من الفصل قبل أن لا تخرجوا قبل أن يخرج. أن يخرج المدرس. اخرجوا بعد أن يخرج. وادخلوا الفصل قبل أن. وادخلوا الفصل قبل أن. ഇവിടെ എല്ലാം പറഞ്ഞത് എന്താണ്? ലാ തഖ്റുജു. അപ്പൊ എന്ത് പറഞ്ഞു അവിടെ? ഖബ്ല അൻ യഖ്റുജ. ഉഖ്റുജു ബഅദ അൻ യഖ്റുജ. അങ്ങനെയാണെങ്കിൽ വദ്ഖുലുൽ ഫസ്ല ഖബ്ല അൻ യദ്ഖുല. الثامن أنت خرجت من الفصل الماء. ليشربي الماء. ليشربي يايانو. تشربي. لتشربي الماء. لتشربي الماء. أليس كذلك؟ أليس كذلك in English എന്ത് പറയും? Isn't it like that? Isn't it? أليس? Isn't it كذلك like that? السابع تأمل ما يلي. ശ്രദ്ധിക്കുക. അൽ മുളാരിഉൽ മർഫൂഅ്. മർഫൂ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ലമ്മ ചെയ്യപ്പെട്ടത് അഥവാ റഫ് ചെയ്തത് എന്നാണ് അതിന്റെ ടെക്നിക്കൽ വാക്ക് കേട്ടോ. അൽ മുളാരിഉ അൽ മർഫൂഅ്, റഫ് ചെയ്യപ്പെട്ടത് എന്ന് പറഞ്ഞാൽ ഫതഹോ പിന്നെ ക്രിയക്ക് വരുന്നത് എന്താ? ക്രിയക്ക് കസ്ർ വരില്ല കേട്ടോ. ക്രിയക്ക് കസ്ർ വരില്ല. ഫതഹോ പിന്നെ സുക്കൂനും അല്ലാത്തത്. റഫ്ഉം നസ്ബുമാണ് വരിക. സോറി, നസ്ബും ജസ്മുമാണ് വരിക. ലം വന്നപ്പോഴത്തേക്ക് സുക്കൂൻ കൊടുക്കും. പഠിച്ചില്ല എന്ന് തോന്നുന്നു. അപ്പോ അൽ മുളാരി അൽ മർഫൂ. അലാമത്തു റഫ്ഇ. അലാമത്തു റഫ്ഇ എന്ന് പറഞ്ഞാൽ റഫ് ചെയ്തു എന്നതിന്റെ അടയാളം. ടെക്നിക്കലി ഗ്രാമറ്റിക്കലി പറയേണ്ടത് റഫ് ചെയ്യപ്പെട്ടു എന്നാണ്. അങ്ങനെ വരുമ്പോൾ അടയാളത്തിന്റെ അടയാളം ഏതാണെന്നുള്ളത് നോക്കണം. എപ്പോഴും ലമ്മത്തായിരിക്കില്ല റഫിന്റെ അടയാളം.
ഓക്കെ. യദ്ഹബൂന് ലമ്മത്ത് കൊണ്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? അലാമത്ത് റഫ എന്താണ്? ലമ്മത്താണ്. ലമ്മത്താണ് അതിന്റെ അടയാളം. ഓക്കെ. അപ്പൊ അടയാളം പറയുമ്പോൾ മാറുന്ന അടയാളമാണെങ്കിൽ താഴെയുള്ള പേരായിരിക്കും കേട്ടോ. മാറുന്ന അടയാളമാണെങ്കിൽ താഴെയുള്ള പേരായിരിക്കും. യദ്ഹബുവിന്റെ യായുടെ അടയാളം എന്താണ്? ഫത്തഹാണ്, ഫത്തഹത്തല്ല. യായുടെയും ഹായുടെയും അടയാളം ഫത്തഹത്തല്ല, ഫത്തഹാണ്. ബായുടെ അടയാളം എന്താണ്? ലമ്മത്താണ്, ലമ്മല്ല. കാരണം എന്താ? യദ്ഹബു എന്നുള്ള ബായുടെ ലമ്മ് മാറി യദ്ഹബ എന്ന് വരാം. അതേസമയം യായുടെയും ഹായുടെയും അടയാളങ്ങള് സാഹചര്യത്തിനനുസരിച്ച് മാറില്ല. അതായത് വാക്യത്തിൽ ഈ യദ്ഹബു എന്ന വാക്ക് വന്നത് കാരണമായി വന്ന സ്ഥാനം അനുസരിച്ച് മാറുകയില്ല. അതേസമയം യദ്ഹബുവിന്റെ തൊട്ട് മുമ്പ് അൻ വന്നാൽ യദ്ഹബുവിന്റെ ലമ്മ മാറി, ലമ്മത്ത് മാറി ഫത്തഹത്താകും. അപ്പോൾ അങ്ങനെ മാറി വരുന്ന സാഹചര്യത്തിലുള്ള അടയാളത്തിന്റെ പേരിന് എന്തുണ്ടാവും? താഴെ ഉണ്ടാവും. ലമ്മത്ത്. യദ്ഹബു അലാമത്തു റഫ്ഇ അദ്ദമ്മത്ത്. വൽ മുളാരിഉൽ മൻസൂബ് എന്ന് പറഞ്ഞാൽ നെസ്ബ് ചെയ്യപ്പെടുക എന്നതാണ് അതിന്റെ ടെക്നിക്കൽ വാക്ക്. നമ്മളെ ഫത്തഹ ചെയ്യപ്പെട്ടു എന്നൊക്കെ പറയുന്നത് മനസ്സിലാകാൻ വേണ്ടി മാത്രം പറയുന്നതേ ഉള്ളൂ. അപ്പൊ അൽ മുളാരിഉൽ മൻസൂബ് നെസ്ബ് ചെയ്യപ്പെട്ട അപൂർണ ക്രിയയാണെങ്കിൽ യദ്ഹബ എന്നായിരിക്കും വരിക. അലാമത്ത് നസ്ബ് അങ്ങനെ വരുമ്പോൾ നസ്ബിന്റെ അടയാളം യദ്ഹബ് എന്താണ്? നസ്ബിന്റെ അടയാളം അൽ ഫത്തഹത്തു കേട്ടാ. ഫത്തഹത്താണ് അതിന്റെ അടയാളം. ഓക്കെ. നേരത്തെ പറഞ്ഞു യദ്ഹബുവിന്റെ യായുടെയും ഹായുടെയും അടയാളം അൽ ഫത്തഹാണ്. അതേസമയം യദ്ഹബായിലെ ബായുടെ അടയാളം ഫത്തഹത്താണ്. കാരണം ലമ്മത്ത് മാറി വന്നാണല്ലോ ഫത്തഹത്ത്. അപ്പൊ മാറുന്ന അടയാളത്തിന് താഴെയുള്ള പേരായിരിക്കും ഉണ്ടാവുക. യദ്ഹബൂന്. അപ്പൊ യദ്ഹബൂന എന്നത് അൽ മുളാരി മർഫൂ, റഫ്അ് ചെയ്യപ്പെട്ട അടയാളം, റഫ്അ് ചെയ്യപ്പെട്ടതാണ്. ഇവിടെ ലമ്മ് കാണാത്തതുകൊണ്ടാണ് നമ്മൾ ലമ്മ് ചെയ്യപ്പെട്ടു എന്ന് പറയാത്തത്. അപ്പോ അതുകൊണ്ടാണ് ഒരു ടെക്നിക്കൽ വാക്ക് അവിടെ ഉപയോഗിക്കേണ്ടി വരുന്നത്. റഫ്അ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അവിടെ അടയാളം എന്താണ്? അലാമത്തു റഫ്ഇഹി സുബൂത്തുൻ നൂൻ, അല്ലെങ്കിൽ അലാമത്തു റഫ്ഇ. അവിടെ റഫ്ഇന്റെ അടയാളം എന്താണ്? സുബൂത്ത് നൂൻ. സബത്ത എന്ന് പറഞ്ഞാൽ എന്താണ്? ശപിച്ചു. ശപിച്ചു എന്നാ നമ്മൾ പണ്ട് കുറെ നാൾ എല്ലാ ദിവസവും പറയുമല്ലോ സബത്ത. സബത്ത എല്ലാ ദിവസവും പറഞ്ഞ ഒരു കാര്യമുണ്ട്. ആർക്കറിയാം? 30 ദിവസം എന്തായാലും പറഞ്ഞു. എന്താണ് സബത്ത? റമദാൻ എന്താ പറഞ്ഞ്? കൂലി ഉറപ്പാണെന്ന്, ശമ്പളം ഉറപ്പായിരുന്നു. അപ്പൊ സബത്ത യസ്ബുത്തുവിന്റെ ക്രിയാധാതുവാണ് സുബൂത്ത്, ഉറപ്പിക്കൽ അല്ലെങ്കിൽ ഉറയ്ക്കൽ. സുബൂത്ത് നൂന്, നൂന് ഉറച്ചു നിൽക്കലാണ് റഫിന്റെ അടയാളം. എന്ന് പറഞ്ഞാൽ ഊനയിലെ ന ഉണ്ടായിരിക്കുന്നു എന്നതാണ് റഫിന്റെ അടയാളം. അതാണ് ഗ്രാമറ്റിക്കലി വാക്ക്. നമുക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ പോയില്ല എന്ന് പറയാം. ഞാൻ പോയില്ലെങ്കിൽ ലമ്മ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്, റഫ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോ അൽ മുളാരിഉൽ മൻസൂബ് നസ്ബ് ചെയ്യപ്പെട്ടാൽ യദ്ഹബു. അപ്പൊ എന്താണ് അലാമത്തു നസ്ബ്? നസ്ബിന്റെ അടയാളം എന്താ? എങ്ങനെ അറിയാൻ നസ്ബ് ചെയ്യപ്പെട്ടു എന്നുള്ളത്? ഹദ്ഫുൻ നൂൻ. ഹദ്ഫ് ഡിലീറ്റ്. ഹദ്ഫുൻ നൂൻ, നൂന് ഡിലീറ്റ് ചെയ്യലാണ്, നൂന് ഒഴിവാക്കൽ. ഹദ്ഫ് എന്ന് പറഞ്ഞാൽ ഒഴിവാക്കൽ. നൂന് ഒഴിവാക്കലാണ് അടയാളം. അപ്പോ നസ്ബ് ചെയ്യപ്പെട്ടിരിക്കുന്നത് എങ്ങനെ അറിയാം? നൂന് കളയപ്പെട്ടു. അടുത്ത മുളാരി മർഫൂ തദ്ഹബു. യദ്ഹബു യദ്ഹബൂന തദ്ഹബു. തദ്ഹബു എന്ന് പറഞ്ഞപ്പോൾ ലമ്മത്താണ് അതിന്റെ അലാമത്ത്. റഫ നേരത്തെ നമ്മൾ പറഞ്ഞത് തന്നെയാണ്. യദ്ഹബൂലും തദ്ഹബൂലും ലമ്മത്താണ്
അപ്പം മുലാരി മൻസൂബിന്റെ മൻസൂബ് വന്നാൽ തദ്ഹബ എന്നാണ് വരിക. അലാമത്ത് റഫഇ ഫതഹത്താണ്. ഓക്കെ. അപ്പം യദ്ഹബിന എന്ന് പറഞ്ഞപ്പോഴോ യദ്ഹബിന എന്ന് പറഞ്ഞ എന്താണ്? അത് ഞാൻ പറഞ്ഞു തന്നെ എന്താ വാക്ക് പറഞ്ഞത്? പെണ്ണുങ്ങളുടെ നൂന് പെണ്ണുങ്ങൾ ഒരുപാട് വന്നാൽ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു? മാറൂല. ഉറച്ചു നിൽക്കും. ഉറച്ചു നിൽക്കും. അതിന്റെ അറബി വാക്ക് എന്താണ്? സബത്ത്. മബിനിയുൻ. മബിനിയുൻ, ഉറച്ചത്. മാറാതെ ഉറച്ചു നിൽക്കുന്നതിനാണ് മബിനി എന്ന് പറയുന്നത്. സുബൂത്ത് എന്ന് പറഞ്ഞ എന്തിനാണ്? ചില സമയത്ത് പോകും, ചില സമയത്ത് പോയില്ല. പോകാത്ത സമയത്ത് സുബൂത്ത് എന്ന് പറയും. അതേസമയം മബിനി എന്ന് പറഞ്ഞാല് ഒരു കാരണവശാലും അത് പോകില്ല, അത് ഒരു സന്ദർഭത്തിലും പോകില്ല. അപ്പൊ ഒരു സന്ദർഭത്തിലും മാറാത്ത വാക്കുകൾക്ക് എന്ത് പറയും? മബിനി. മബിനി എന്ന് പറയും. പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. മബിന എന്ന് പറഞ്ഞാൽ ബിൽഡിംഗ് എന്നാണ്, ഉറച്ചു നിൽക്കുന്ന സ്ഥാപനം എന്ന അർത്ഥത്തില് മബിനി അല്ലെങ്കിൽ മബിന ബിൽഡിംഗ്. മബിനി എന്ന് പറഞ്ഞാൽ അത് ഗ്രമറ്റിക്കൽ ടെർമിനോളജിയാണ്. മബിനി എന്ന് പറയുന്നത് വ്യാകരണത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണ്. വ്യാകരണ സംബന്ധിയായ സാങ്കേതിക പദമാണ്, വ്യാകരണ സാങ്കേതിക പദമാണ്. മബിനി എന്ന് പറഞ്ഞാൽ സാഹചര്യത്തിനനുസരിച്ച് മാറാത്ത പദം, അതാണ് മബിനി. അപ്പോ യദ്ഹബിന മബിനിയും യദ്ഹബിന. അപ്പൊ എന്താണ്? റഫ് ചെയ്യപ്പെട്ടാൽ എന്താണ്? യദ്ഹബിന വരും. അലാമത്ത് റഫ് എന്താണ്? റഫിന്റെ അടയാളമൊന്നുമില്ല ഇവിടെ, പിന്നെന്താണുള്ളത്? അത് മബിനിയാണ്, മാറൂല. അതുകൊണ്ടാണ് മബിനി എന്നാണ് അതിനെ വിളിക്കുക. അതേപോലെ മുലാരി മൻസൂബ് നസ്ബ് ചെയ്യപ്പെട്ടാലും യദ്ഹബിന തന്നെ ആയിരിക്കും, മബിനി ആയതുകൊണ്ട്. അതേപോലെ തദ്ഹബു നേരത്തെ പറഞ്ഞതാണ്, ലമ്മത്താണ് അതിന്റെ അടയാളം. ഫത്തഹത്ത് നസ്ബ് വന്നാൽ ഫത്തഹത്തായിരിക്കും. പിന്നെ തദ്ഹബൂന വന്നാൽ എന്താണ്? സുബൂത്ത് നൂനാണ്, ഹദ്ഫ് നൂനാണ്. തദ്ഹബൂ നൂന് കളഞ്ഞാൽ അത് എന്താവും? അതിന്റെ അടയാളം ഹദ്ഫ് നൂനാണ്, നൂന് കളയിലാണ്. ബാക്കി എന്താണ്? തദ്ഹബീന നേരത്തെ പറഞ്ഞു, സുബൂത്ത് നൂൻ എന്നാണ് പറയുന്നത്. നൂൻ ഉറച്ചു നിൽക്കുന്നതാണ്, ലമ്മ ചെയ്യപ്പെട്ടതിന്റെ അടയാളം. അത് തദ്ഹബി എന്നാണ് വരിക, നൂന് കളയലാണ് അവിടെ നസ്ബിന്റെ അടയാളം. തദ്ഹബിന വന്നാൽ നേരത്തെ യദ്ഹബിനാണ് പറഞ്ഞത്, തദ്ഹബിന വന്നാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മബിനിയാണ്. അതുകൊണ്ട് അതിന്റെ അടയാളങ്ങളൊന്നും പ്രശ്നം വരുന്നില്ല. അടയാളങ്ങളുടെ സംസാരിക്കാൻ പറ്റില്ല അതിനെക്കുറിച്ച്, കാരണം മബിനിയാണ്. തദ്ഹബിന ഗൈറു മുൻസരിഫല്ലേ കേട്ടോ. ഗൈറു മുൻസരിഫ് എന്ന് മുമ്പ് പറഞ്ഞു ഓർമ്മയുണ്ടോ? ഗൈറു മുൻസരിഫിന് രണ്ട് സന്ദർഭം ഉണ്ടാവും. രണ്ട് സന്ദർഭത്തിൽ അത് മാറും. പത്ത വരുമ്പോഴും അല്ല, ഫത്തഹിൽ നിന്ന് മാറിയിട്ട് എന്ത് വരും? അല്ല, ലമ്മ മാറിയിട്ട് ഫത്തഹ് വരും. തന്നീൻ വരികയില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ രണ്ട് സന്ദർഭം വരും, ലമ്മും വരും, ലമ്മത്തും വരും, ഫത്തഹത്തും വരും. അതാണ് കെസറത്ത് വരില്ല, അതാണ് ഗൈറു മുൻസരിഫ്. മബിനിയാണല്ലോ അല്ല ചേർന്ന മാറി വരും, അത് വേറെ വിഷയം. പക്ഷെ പിന്നെ ഗൈറു മുൻസരിഫ് എന്ന് പറഞ്ഞാൽ ലമ്മത്തും ഫത്തഹത്തും വരും. അപ്പൊ ഒരു മാറ്റം സംഭവിച്ചില്ലേ? ഒരു മാറ്റം സംഭവിച്ചു. അതേസമയം മബിനിയാണെങ്കിലോ ഒരു മാറ്റവും ഇല്ല. തദ്ഹബിന് അപ്പോ തദ്ഹബിന മബിനി ആയതുകൊണ്ട് അതിൽ വേറെ മാറ്റമില്ല, അടയാളമൊന്നും പറയാൻ. അദ്ഹബു എന്ന് പറയുന്ന നേരത്ത് ലമ്മത്താണ്, റഫ് ചെയ്യപ്പെട്ട ലമ്മത്താണ്. അത് ഹബ എന്ന് ഒരു നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെയാണ്. ഇങ്ങനെ പറയുമ്പോൾ പിന്നെ നമുക്ക് വേറെ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാകും. അങ്ങനെ കാര്യമില്ല. തദ്ഹബു എന്ന് പറഞ്ഞെടുത്ത് ലമ്മത്ത് ആണെങ്കിൽ ലമ്മയപ്പെട്ടു, ലമ്മത്ത് അടയാളം ഹബ എന്ന് വരുമ്പോൾ അതെന്താണ്? പത്രത്ത് കൊണ്ട് നസ്ബ്. തഅമ്മൽ അല്ല എന്ന് പറഞ്ഞെടുത്ത് ശ്രദ്ധിക്കുക. നമ്മള് ഖുർആനിലെ 10 സ്ഥലങ്ങളിലാണ് അന്ന് വേറെ ലാ വേറെ ഉള്ളത്. ബാക്കി എല്ലാ സ്ഥലങ്ങളിലും അന്നിൻ്റെയും ഒരുമിച്ചാണ് ഉണ്ടാകുന്നത്. 10 സന്ദർഭങ്ങൾ. അപ്പോ ഇവിടെ എന്താണ്? അല്ല ഒരുമിച്ച് എഴുതും. അർജു അൻ തദ്ഖുല, അർജു അല്ലാ തദ്ഖുല, അല്ലാ തദ്ഖുല. അർജു അൻ തജ്ലിസ ഹുന, അർജു അല്ലാ തജ്ലിസ ഹുന. അപ്പൊ ഇവിടെ എന്തിനാണ് ലാ ചേർത്തിട്ട് പറഞ്ഞിരിക്കുന്നത്?
അല്ല അല്ലെങ്കിൽ അല്ല, അൻ വേറെ ലാ വേറെ വന്നാലും അല്ല വന്നാലും ഒരേ അർത്ഥം തന്നെയാണ്. പിന്നെ നമ്മൾ അൻ വന്നാൽ നസ്ബ് ചെയ്യണം. ഇനി അന്നിന്റെയും അപൂർണക്രിയയുടെയും ഇടയിൽ ലാ വന്നത് കൊണ്ട് അന്നിന്റെ പണി മാറുന്നില്ല. അന്നിന്റെ പണി എന്നാണ് പറയുക കേട്ടോ, ഗ്രാമറിലെ അന്നിന്റെ അമല് എന്നാണ് പറയുന്നത്. അന്നിന്റെ അമലാണ് അന്ന് വന്നാൽ അടുത്ത അപൂർണക്രിയക്ക് നസ്ബ് കൊടുക്കുക. അപ്പൊ അതിന്റെ ഇടയിൽ ലാ വന്നത് കൊണ്ട് മാത്രം അതിന്റെ അടയാളം മാറാതിരിക്കുന്നില്ല. അതിന് ഉദാഹരണമാണ് പറഞ്ഞത്. അർജു അൻ തദ്ഖുല എന്ന് പറയുന്നത് പോലെ തന്നെ നസ്ബ് ചെയ്യണം. ഇപ്പോൾ അർജു അൻ ലാ തദ്ഖുല എന്ന് പറഞ്ഞിടത്തും. അർജു അൻ തജ്ലിസ, അപ്പൊ അൻ തജ്ലിസ എന്ന് പറഞ്ഞു, അൻ തജ്ലിസ ഹുന, അതിന് ലാ വന്നാൽ അർജു അൻ ലാ തജ്ലിസ ഹുന, അവിടെ എന്റെയും നസ്ബ് ചെയ്യും. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ഇങ്ങനെയാണ് പറയുക. അർജു അൻ തദ്ഖുല, പ്രവേശിക്കാൻ ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നു. അർജു അതിന്റെ ഓപ്പോസിറ്റ് ആകുമ്പോ അർജു അല്ലാ തദ്ഖുല. അപ്പോ നമ്മളിവിടെ പറയാൻ കാരണം ലാ വന്നതുകൊണ്ട് മാറുന്നില്ല. അതേപോലെ തന്നെ അൻ ചിലപ്പോൾ കാണാൻ പറ്റില്ല, അന്നുണ്ടായും കൂടെ ചേർന്നായിരിക്കും ഉണ്ടാവുക. അപ്പൊ നമ്മൾ അടയാളം കൊടുക്കാൻ മടിക്കേണ്ടതില്ല അല്ലെങ്കിൽ മറക്കാൻ പാടില്ല. അത്താസെ ക ഹർഫു മിൻ ഹുറൂഫിൽ ജർ. നമ്മൾ ആദ്യം കസ്ർ വരുന്ന പദങ്ങൾ അണ്ടർസ്റ്റാൻഡ് ഖുർആനിൽ പഠിച്ചത് ലി, മിൻ, അൻ, മഅ, പിന്നെ ബി, ഫി, അല എന്നാണ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ പഠിച്ചത് വഹത്ത ക. ഇപ്പൊ വ എന്നത് സത്യങ്ങളുള്ള വായാണ്, പിന്നെ ഹത്ത ഉണ്ട്, ഹത്താമത്തിൽ ഫജർ പോലെ, പിന്നെ കായ് പറയും. ആ കായാണ് ഇവിടെ പറയുന്നത്. അതിനാണ് കൽ അഹ്നുൽ മൻഫൂഷ്, അതേപോലെ കൽ ഫറാഷിൽ മബ്സൂസ്, അസിഫിൻ മഅകൂൽ, ഇവിടെയൊക്കെ എന്താണ് കാ വന്നത് കൊണ്ട്. അപ്പൊ എപ്പോഴാണ് കായുടെ നാമത്തിന് മുമ്പ് കാ വരുമ്പോഴാണ് കാ അസിഫിൻ. നാമത്തിന് മുമ്പ് കാ വന്നാൽ അത് കസ്ർ ചെയ്യാനുള്ള കായായിരുന്നു. നാമത്തിന് ശേഷം കാ വന്നാൽ കിതാബുക്ക പോലെ, നിന്റെ പുസ്തകം എന്ന് പറയാനുള്ള കായായിരുന്നു. നാമത്തിന് മുമ്പ് കാ വന്നാൽ അത് പോലെയുള്ള കായ, അത് പോലെയുള്ള കായ, കാ പോലെ, കാശിഫിൻ മഅകൂൽ, തിന്നപ്പെട്ട വയ്ക്കൽ പോലെ. ക്ലിയർ ആണോ? ആ. അപ്പൊ ക ഹർഫു മിൻ ഹുറൂഫിൽ ജർ, കസ്ർ വരുന്ന പദങ്ങളിൽ പെട്ടതാണ്. മിസാൽ, ഉദാഹരണം, ഹാദിഹിൽ മദ്രസത്തു കൽ മസ്ജിദി. എന്താർത്ഥം? മസ്ജിദ് പോലെയുള്ള മദ്രസ. ഈ സ്കൂള് മസ്ജിദ് പോലെയാണ്. അസാനി ഹാദിഹിൽ ഖഹ്വത്തു കൽ മാഇ. വെള്ളം പോലെയുള്ള കോഫി. ഈ കോഫി വെള്ളം പോലെയാണ്. അന്നൊന്നും കോൾഡ് കോഫി അന്ന് ഇറങ്ങിയിട്ടില്ല. ഇപ്പൊ കോൾഡ് കോഫി വന്നിട്ടുണ്ട്, കോൾഡ് ടീ വന്നിട്ടുണ്ട്. ടീ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചായിരിക്കും. ഹാമിദുൻ കസ്ലാനും കസമീലിഹി. മടിയനാണ് ജമീലിനെ പോലെ. ജമീലിനെ പോലെ എന്ന് പറഞ്ഞാൽ അവന്റെ കൂട്ടുകാരനെ പോലെ. അവന്റെ സതീർത്ഥനെ പോലെ. ക്ലാസ്മേറ്റ്സ്. ജമീല് ക്ലാസ്മേറ്റ്, കൊളീഗ്. الرابع ساعتي كساعتك. എന്റെ സമയം നിന്റെ സമയം പോലെ. എന്റെയും നിന്റെയും വാച്ച് ഒരേപോലെയാണ്. ഞാൻ വിചാരിച്ച വല്ല പ്രയോഗമായിരിക്കും. ഇതൊരു പ്രയോഗമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, എന്റെയും നിന്റെയും സമയം ഒരുപോലെ, അങ്ങനെ പ്രയോഗം. അതിങ്ങനെയാന്ന് വിചാരിച്ചു. നിന്റെയും സമയം ഒരുപോലെയാണെന്ന് വേണമെങ്കിൽ പറയാം. എന്റെയും നിന്റെയും സമയം ഒരുപോലെയാണെന്നും പറയാം. എന്റെയും നിന്റെയും വാച്ച് ഒരുപോലെയാണെന്നും പറയാം. മറിച്ച് നിന്റെ വാച്ചും എന്റെ വാച്ചും ഒരേപോലെയാണ് എന്നതാണ്
ഇവിടെ ഭാഷാർത്ഥം. പക്ഷെ അതിനും അപ്പുറം എന്റെയും നിന്റെയും വാച്ച് ഒരേപോലെയാണ്, എന്റെ സമയവും നിന്റെ സമയവും ഒരുപോലെയാണ്. ഹാലിക ഹാലുക എന്ന് പറഞ്ഞാൽ എന്നെ പോലെ തന്നെയാണ് നീയും. അൽ കലിമാത്തുൽ ജദീദത്തു ആദത്ത് എന്താണ്? ആദത്ത് ശീലം. ആദത്ത് ശീലം, പതിവ്. അതിന്റെ ബഹുവചനമാണ് ആദാത്ത്. മുത്തഹഫ് പറഞ്ഞു, അതിന്റെ ബഹുവചനമാണ് മതാഹിഫു. എന്താർത്ഥം? മുത്തഹഫ് മ്യൂസിയം. മ്യൂസിയം. ഉൽബത്തുൻ, ഉൽബത്തിന്റെ ബഹുവചനം ഉലബ്. ഉൽബത്ത് എന്താണ്? പാക്കറ്റ്. കാർട്ടൂൺ എന്ന് പറയാത്ത ബോക്സ് എന്ന് പറയുന്നതിന് താഴെയുള്ള വലിപ്പത്തിലുള്ളതും, അത് ചിലപ്പോൾ ബോട്ടിലുമാകാം, അത് ചെറിയ ബോക്സും ആകാം. മലാബിസ് വസ്ത്രം. സൈദലിയത്തു നേരത്തെ പറഞ്ഞു, അടിയക്കത്ത് ഹയവാനത്ത് പറഞ്ഞു. സയ്യിദിന്റെ ബഹുജനമാണ് സാദത്ത് നേരത്തെ പറഞ്ഞു. സയ്യിദ് എന്ന് പറഞ്ഞാൽ മിസ്റ്റർ, സാദത്ത് എന്ന് പറയുമ്പോൾ ജെന്റിൽമാൻ. ഓക്കെ, അപ്പൊ ഈ പാഠം ഈ അർത്ഥത്തിൽ വായിച്ചു പഠിക്കുക. അടുത്ത പാഠത്തിലേക്ക് നമ്മൾ പോകുന്നില്ല, കാരണം എപ്പോഴും നമ്മൾ പറയുന്നത് 9:30 നിർത്തും എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മളിങ്ങനെ ക്ലാസ് നീണ്ടുപോകാന്ന് പറഞ്ഞാൽ ഒരുപാട് ക്ലാസ്സുകളുടെ എണ്ണം കൂടല്ല എന്ന് വിചാരിച്ചിട്ടാണ് കുറച്ചു നേരം കൂടെ വിളിക്കുന്നത്. അപ്പോ ഈ പറഞ്ഞതെല്ലാം ക്ലിയർ, ആർക്കെങ്കിലും ക്ലിയർ ആകാത്തതുണ്ടോ ഈ പറഞ്ഞ കാര്യം? അർജു അൻ തദ്ഖുലു പറഞ്ഞില്ലേ, അവിടെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിന്റെ മുമ്പ് അർജു അൻ തസ്മഹ എന്നതിന്റെ ഒരു പ്രയോഗമാണ് ഐ റിക്വസ്റ്റ് യു ടു. അപ്പൊ അവിടെ തസ്മഹ ഫുള്ള് ഐ റിക്വസ്റ്റ് യു ടു അലോ എന്ന് പറയുന്നത്. ഇവിടെ അർജു മാത്രം വന്നാലും ഐ റിക്വസ്റ്റ് യു തന്നെയാണ്. തസ്മഹ എന്ന് പറഞ്ഞാൽ നീ, താങ്കൾ അനുമതി നൽകാൻ ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. അങ്ങനെയാണല്ലേ? തസ്മഹ, സമഹ യസ്മഹു, പെർമിറ്റ് ചെയ്തു. അർജു റിക്വസ്റ്റ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന വാക്കാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന ഐ വുഡ് ലൈക്ക് എന്ന് പറയുന്ന രീതിയിലാണ് അർജു ഉപയോഗിക്കുന്നത്. അവിടെ അനുവദിക്കാൻ വേണ്ടിയുള്ള റിക്വസ്റ്റ് ആണ് അല്ലേ അർജു എന്ന് പറഞ്ഞാൽ? ഐ റിക്വസ്റ്റ് യു ടു പെർമിറ്റ്, ടു ഗിവ് മീ ഗ്രാന്റ് മീ പെർമിഷൻ. എനിമോർ ഈ പാഠം നല്ലതുപോലെ, ഈ പാഠത്തിന്റെ കംപ്ലീറ്റ് നല്ലതുപോലെ കേട്ട് പഠിക്കണം കേട്ടോ. as early as possible. Sleep as early as possible. അപ്പൊ അതുകൊണ്ട് ഇത് കഴിഞ്ഞ ഉടനെ എന്നെ പറഞ്ഞാൽ ഇതിനിടയ്ക്ക് എപ്പോഴെങ്കിലും ഫ്രീ കിട്ടിയാൽ ഇത് ഇങ്ങനെ തന്നെ ഇരുന്നാൽ അടുത്ത പ്രാവശ്യം വരുമ്പോ ഓക്കെ ഇത് പോസ്റ്റ് ചെയ്താണോ മനഃപൂർവ്വം ചെയ്യാറില്ല, മനഃപൂർവ്വം ഡിലേ ആക്കാറില്ല. ഇപ്പൊ എന്തെങ്കിലും അതുപോലുള്ള കൃത്യാന്തര ബാഹുല്യം കൊണ്ട് അതിന് പോകുന്നതാണ്. ഓക്കെ, ഇത് കിട്ടിയില്ലെങ്കിൽ എന്റെ മുമ്പത്തെ ക്ലാസ് കേട്ടു. അതല്ല അത് കിട്ടാതെ പോയത് യഥാർത്ഥത്തില് എന്തോ സംഭവം കൊണ്ടാണ്. ഞാനിത് കൺവെർട്ട് ചെയ്തു, യാത്രയല്ല കൺവെർട്ട് ചെയ്തു, അത് റീനെയിം ചെയ്തു. പക്ഷെ റീനെയിം ചെയ്തിടത്ത് കിടന്നു, അവിടെ നിന്ന് അപ്ലോഡ് ചെയ്തില്ല. അപ്പൊ എന്തോ ഒരു പണി വന്നിട്ട് ചേരാങ്ങ് പോയി. അർജന്റ് ഉണ്ടല്ലോ, നമ്മള് ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോഴത്തേക്ക് അർജന്റ് ആയതിനെ പെട്ടെന്ന് ചെയ്യണമെന്നുണ്ടോ. അപ്പൊ ഇതുപോലെ സംഭവം വരുമ്പോഴത്തേക്ക് എല്ലാം അർജന്റാണ്. അങ്ങനെ വരുമ്പോ അതങ്ങ് കിടന്നു പോകും. അർജന്റായി കിടന്നു പോകുമ്പോ അത് പോകും. അപ്പൊ ഞാൻ പിന്നെ തിരഞ്ഞെടുത്ത് നോക്കുമ്പോഴത്തേക്ക് സേവ് ചെയ്യാത്തടത്തല്ല കിടക്കുന്നത്, കൺവെർട്ട് ചെയ്തു, സേവ് ചെയ്തു, റീനെയിം ചെയ്തു കഴിഞ്ഞിട്ടാണ് ഇതിനെ അപ്ലോഡ് ചെയ്യുന്നത്. കൺവെർഷൻ ഓട്ടോമാറ്റിക്കാണ് നടക്കും. പിന്നെ എന്ത് ചെയ്യണം, നമ്മൾ അതിന്റെ ഫോൾഡറിലേക്ക് എടുത്തിട്ട് അവിടെ റീനെയിം ചെയ്തിട്ട് ആണ് അപ്ലോഡ് ചെയ്യുന്നത്. അല്ലെ വേറെ എന്തെങ്കിലും പേരിലേക്ക് കിടക്കും, ഫയൽ നെയിം കറക്റ്റ് ആയിരിക്കില്ല. അപ്പൊ റീനെയിം ചെയ്തു, അതുവരെ ചെയ്തു, പിന്നെ അപ്ലോഡിങ് മാത്രം ചെയ്യാതെ. ഒരു സെക്കൻഡിന്റെ പണിയാണ്, പക്ഷെ അവിടെ ഒരു പണിയുണ്ട്. അതുകൊണ്ട് പിന്നെ ആരും അത് ഓർമ്മിപ്പിച്ചില്ല. അപ്പം ഒരു ദിവസം 2 ദിവസം, അതായത് ഒരു ദിവസം അടുത്ത ദിവസം വിതിൻ 24 hours കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അത് ഉറപ്പാണ്, അത് മറന്നുപോയിട്ടുണ്ട്. അല്ലെങ്കിൽ
എന്താ പറയാ ഓവർലാപ്പ് ആയിപ്പോയി എന്ന് പറയാം. അതിന്റെ ഇടയിൽ വേറെ പണി കയറി വന്നു പോയി. വിതിൻ 24 hours കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കിട്ടുന്നവരെ ഓർമ്മിച്ചുകൊണ്ടേയിരിക്കുക. ഒരാൾ ഓർമ്മിച്ചാല് കിട്ടിയില്ലെങ്കിൽ അടുത്ത ആൾ ഓർമ്മിക്കുക. അപ്പൊ അടുത്തൊരു മെസ്സേജ് കൂടെ വന്നു. ഓക്കെ, അല്ലാതെ ചെയ്യട്ടെ. നമ്മുടെ പറയേണ്ടതില്ലാത്ത വിധം സാഹചര്യങ്ങള് നമ്മുടെ നാട്ടിലെ വയനാടാകുന്ന നമ്മുടെ നാട്ടിലെ സാഹചര്യങ്ങൾ വളരെയധികം പ്രയാസ അല്ലെങ്കിൽ ദുരിത സമ്പൂർണമാണ്. നമുക്ക് നമ്മൾ പറയുന്ന വാക്കുകളൊന്നുമല്ല പറയും. യഥാർത്ഥത്തിൽ അത് ആയത്തില്ല എന്നാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. അല്ല എന്താണ് ഉദ്ദേശിച്ചത് നമുക്കറിയില്ല. എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് പ്രപഞ്ചത്തിൽ നടക്കുന്ന എല്ലാ സംഭവവികാസവും. നമ്മൾ അതിൽ നിന്നും പാഠങ്ങൾ പഠിക്കണം. ഒരു പാഠം തരുന്നു, പിന്നൊരു പാഠം തരുന്നു, പിന്നൊരു പാഠം തരുന്നു. ഒരാള് മരത്തിൽ മുഖത്ത് വന്നപ്പോഴത്തേക്ക് പറഞ്ഞ കാര്യം പറഞ്ഞു, ഇനി എന്താണ് മുന്നേ അറിയിക്കാത്തെന്ന് ചോദിച്ചു. മനസ്സിലായില്ല വന്നപ്പോ നിന്നെ നീ എന്താ എന്നെ മുൻകൂട്ടി അറിയിക്കാൻ എന്ന് ചോദിച്ചു. അത് പറഞ്ഞ് ഞാനൊരു ഇൻഫർമേഷൻ തന്നു, പിന്നെ ഒരു ഇൻഫർമേഷൻ തന്നു, പിന്നെ ഇൻഫർമേഷൻ തന്നു. അത് കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പൊ അടയാളങ്ങൾ നമ്മൾ മനസ്സിലാക്കാത്തത്. പ്രപഞ്ചത്തെ കുറിച്ച് പഠിക്കുന്നവർ അല്ലാത്ത തഖൗഫുൽ മീസാൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഈ പ്രപഞ്ചത്തിലെ മീസാൻ പ്രപഞ്ചത്തെ എന്ത് ചെയ്ത് സംവിധാനിച്ചു, അതിനെ ഉയർത്തി താഴ്ത്തിയൊക്കെ വെച്ചിട്ടുണ്ട്. മീസാൻ സന്തുലിതത്വം സ്ഥാപിക്കുകയും ചെയ്തു. എന്ത് ചെയ്തു? അല്ലാത്ത തഖൗഫുൽ മീസാൻ നിങ്ങൾ ഈ സന്തുലിതത്വത്തിൽ കൈ കടത്താതിരിക്കുന്നത്. നമ്മളതിൽ അതിരുകഴിയാൻ പാടില്ല. അതിലൊക്കെ പഠന ഗ്രൂപ്പുകളൊക്കെ പഠിച്ചത് റിപ്പോർട്ട് കൊടുത്തതിന് വിരുദ്ധമായിട്ടാണ് നമ്മൾ കാട്ടിക്കൂട്ടിയ സംഭവിക്കുക. എന്തായിരുന്നാലും സംഭവിക്കേണ്ടത് സംഭവിച്ചു. ഇനി അടുത്തത് വരാതിരിക്കാൻ വേണ്ടിയുള്ള ആസൂത്രണം നമ്മൾ ചെയ്യുന്നുണ്ടോ? അത് നമ്മൾ ചെയ്യും. ഇപ്പോഴുള്ള വിളിയും കളിയും ഒക്കെ കഴിഞ്ഞാൽ പിന്നീട് ഇത് സംഭവിക്കുന്നു. അപ്പൊ അതൊക്കെ പഠിക്കുന്നതിന് വേണ്ടിയുള്ള പാഠങ്ങളാണ് ഇത്. ഇത് ആർക്കും എന്തും സംഭവിക്കാമെന്നതിന്റെ ഒരു പാഠമാണ്. കാരണം നമ്മൾ ഇന്ന് സുഖമായിട്ട് കിടന്നുറങ്ങുന്നു. പിറ്റേ ദിവസം എഴുന്നേൽക്കുമ്പോൾ എവിടെയാണുള്ളത് നമുക്കറിയില്ല. അമ്മയെ കാണുന്നില്ല, വാപ്പയെ കാണുന്നില്ല, സഹോദരനെ കാണുന്നില്ല, സഹോദരിയെ കാണുന്നില്ല, അഞ്ചത്തെ കാണുന്നില്ല, അച്ഛനെ കാണുന്നില്ല എന്ന അവസ്ഥ ഒന്നും ആലോചിച്ച് നോക്കാവുന്നതാണ്. അപ്പൊ ആർക്കും എപ്പോഴും സംഭവിക്കാം. അവർ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറിയതാണ്. ആ സുരക്ഷിതമെന്ന് വിചാരിച്ച സ്ഥലത്താണ് പിന്നീട് അപകടം സംഭവിച്ചെല്ലാം കൂടെ ഒലിച്ചെത്തുന്നത്. അല്ലെങ്കിൽ അത് ആ ഭാഗം കൂടി തിരിച്ചെടുത്തു പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നീട് മനുഷ്യൻ പരിശ്രമിക്കുന്നു. പരിശ്രമത്തിന്റെ പരിശ്രമം അതിനപ്പുറം അലീം എന്ന് പറഞ്ഞതുപോലെയാണ്. അള്ളാഹ്ക്ക് അറിയുന്നത് പോലെ നമുക്കറിയാൻ പറ്റുന്നില്ല, നമുക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല. നമുക്ക് നായക്കൊണ്ടു കണ്ടെത്താൻ പറ്റുന്നില്ല, നമുക്ക് അവിടെ നടക്കാൻ പറ്റുന്നില്ല, നടന്ന വഴി ഏതാണെന്ന് അറിയാൻ പറ്റുന്നില്ല, വെള്ളത്തിൽ ഓടിയിട്ട് കിടക്കാൻ പറ്റുന്നില്ല. അത് പിന്നെ സർവായുധ സജ്ജീകരണത്തോട് കൂടി സൈന്യം തന്നെ വന്നിട്ട് പോലും നമുക്കത് കടന്നു ചെല്ലാൻ പറ്റുന്നില്ല, അവിടെ എത്തിപ്പെടാൻ പറ്റുന്നില്ല. വാഹനങ്ങളുണ്ട്, അവിടെ എത്തിപ്പെടാൻ പറ്റുന്നില്ല. അപ്പൊ നോക്കുക, മനുഷ്യന്റെ സജ്ജീകരണം എന്താണ്? 21-ാം നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ 22-ാം നൂറ്റാണ്ടിലെ സജ്ജീകരണം എന്താണ്? സാങ്കേതിക വിദ്യ എന്താണ്? സജ്ജീകരണവും സാങ്കേതിക വിദ്യകളും ഒന്നും ഇതല്ല അത്യാവശ്യ ഘട്ടത്തിൽ ഉപകരിക്കുകയില്ല എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ എത്ര മികച്ചവരായിരുന്നാലും എത്ര കഴിവുറ്റവരായിരുന്നാലും ഒന്നും അല്ല. ഒരുപാട് പാഠങ്ങൾ നമുക്ക് തരുന്നതാണ്. നമ്മൾ ചിന്തിച്ചാൽ എണ്ണമറ്റ പാഠങ്ങൾ നമുക്ക് തരുന്നതാണ് ഓരോ സംഭവ വികാസം. ഇതൊക്കെയാണ് നമ്മൾ അതിൽ നിന്ന് പഠിക്കേണ്ടത്. നമ്മൾ അവിടെ അന്താളി ചെന്നിട്ടോ അല്ലെങ്കിൽ കരഞ്ഞിട്ടോ സങ്കടപ്പെട്ടിട്ടോ കാര്യമില്ല. അത് സംഭവിക്കേണ്ടത് സംഭവിച്ചു കഴിഞ്ഞു. പിന്നീട് അത് വരാതിരിക്കാൻ നമ്മൾ എന്ത് മുൻകരുതലെടുക്കും, എന്ത് പാഠം നമ്മൾ പഠിക്കുന്നു. ഖുർആൻ തന്നെ പറയുന്നത് ഓരോ സമയത്തും നാം പല പല പാഠങ്ങൾ, പല പല സംഭവ വികാസങ്ങൾ ഉണ്ടാകും. അതിൽ നിന്ന് ഒന്നും അവർ പാഠം പഠിക്കുന്നില്ല. അതിൽ നിന്ന് ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളുവാനും പാഠങ്ങൾ പഠിക്കുവാനും. ഇതിലെന്താണ് അള്ളാഹ് നമുക്ക് വേണ്ടി സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ദൃഷ്ടാന്തം? നമ്മൾ ആയത്തിന് ആയത്തില്ല എന്ന് പറഞ്ഞോ. അള്ളാഹിന്റെ ദൃഷ്ടാന്തങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് പഠിക്കാനുള്ളതാണ്. തെളിവ് നമുക്ക് അള്ളാഹിന്റെ തെളിവുകൾ എന്നുള്ള തെളിവാണ്. ദൈവാസ്തിക്യത്തിന്റെ അള്ളാഹയുടെ ഉണ്ട് എന്നും അള്ളാഹ് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നു ഉണ്ട് എന്നതിന്റെ തെളിവുകളാണെന്ന് പറഞ്ഞത്. അപ്പൊ ആ തെളിവുകൾ ദൃഷ്ടാന്തങ്ങളിലൂടെ നമുക്ക് പാഠം പഠിക്കണം. അത് പാഠങ്ങളാണ്. ഒന്നും എന്തല്ല, നമുക്ക് പരാജയപ്പെടുന്നില്ലെന്നാണ്. ഒരു സംഭവം നമ്മളെ തോപ്പിക്കുന്നില്ല, പരാജയപ്പെടുന്നില്ല. വാർത്തകൾ പറയുന്ന ഒരുപാട് വാക്കുകൾ അപ്രസക്തമാണ്. ദഹറ എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്.
ഖുദ്സിയായ ഹദീസിലാണ് പറഞ്ഞത്, നിങ്ങൾ ദഹർ കാലഘട്ടം, കാലത്തെ നിങ്ങൾ പഴിക്കരുത്. അനദ്ദഹർ, ഞാനാണ് കാലം. ബിയദിൽ ലൈലു വന്നഹാർ, എന്റെ കയ്യിലാണ് രാത്രിയും പകലും ഒക്കെയും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, കാലത്തെ പഴിക്കരുത് എന്ന് ഖുദ്സിയായ അള്ളാഹ് പറഞ്ഞ വാക്കുകളായിട്ടാണ് നബിയുടെ വാക്ക് അള്ളാഹ് പറഞ്ഞതായി പറഞ്ഞതാണ്. കൊണ്ടാണ് ഖുദ്സിയായ ഹദീസ്. അപ്പൊ കാലത്ത് പഴിക്കാൻ പാടില്ല. പേമാരി പറഞ്ഞ പേയൊന്നും വന്നിട്ടില്ല. അത് കൃത്യമായി നിർണിതമായ അളവിലെ മഴ വർഷിച്ചു. എല്ലാം നേരത്തെ എന്നിട്ടുണ്ട്. എല്ലാ സംഗതിയും കതിറാണ്. ആ കതിർ അനുസരിച്ച് മാത്രമേ നടക്കുന്നുള്ളൂ. അപ്പൊ ബാക്കിയെല്ലാം പാഠങ്ങളാണ്. അല്ലെ, തോറ്റുപോയ കുട്ടിക്കും പാഠങ്ങൾ പഠിക്കണമെന്നാണ് പറയുന്നത്. ഒന്നിലും അവൻ തോക്കുന്നില്ല, അവൻ പാഠം പഠിക്കണം. ഭൗതികശാസ്ത്രം. അപ്പൊ എന്താണ്, നമ്മൾ ഒന്നിനെയും പഠിക്കേണ്ട, മറിച്ച് പാഠങ്ങളാണ്. അവരുടെ ദുരിതങ്ങളെ മാറ്റിക്കൊടുക്കട്ടെ, പ്രയാസങ്ങൾ എളുപ്പമായി കൊടുക്കട്ടെ. ഒരു മൺമറിഞ്ഞു പോയവരുടെ, അവരുടെ ആ ഉറ്റവരുടെ വേർപാടിലൂടെയുള്ള സങ്കടം അവർക്ക് സഹിക്കാനുള്ള മനക്കരുത്തുള്ള അവർക്ക് നൽകട്ടെ. അതേപോലെ ജീവിച്ചിരിക്കുന്നവർക്ക് എത്രയും പെട്ടെന്ന് അവരുടെ ശരിയായ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ നമ്മൾ സഹായം നൽകണം. നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായം ഗവൺമെന്റ് നൽകണം. എല്ലാവരും അതുകൊണ്ടിരിക്കുന്ന ഒന്നുമല്ല. അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് അവർക്ക് തിരിച്ചു വരാൻ കഴിയില്ലെന്നാണ് പറയുന്നത്. ചെളിവ് കൂടി കിടക്കുന്ന പുതിയ പഴയ അവസ്ഥയിലേക്ക് വരണമെങ്കിൽ ഒരുപാട് പ്രയാസപ്പെടേണ്ടി വരും, ഒരുപാട് കാലം എടുക്കേണ്ടി വരും. അതൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ പഠിക്കേണ്ട പാഠങ്ങളാണ്. പക്ഷേ നമ്മളെ കൊണ്ട് ചെയ്യേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു നോക്കണം. നമുക്കറിയാം, മക്കയിൽ ദാരിദ്ര്യം ഉണ്ടായിരുന്ന സന്ദർഭത്തിൽ മക്കയിൽ നിന്നും ഹിജ്റ പോയി മദീനയിലെത്തിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മക്കയിൽ താമസിക്കുന്നവര് അപ്പൊ എന്താണ്, ബഹുഭൂരിപക്ഷവും മുസ്ലിങ്ങൾ, വളരെ തുച്ഛമായ എന്തെങ്കിലും കാരണവശാൽ സാഹചര്യവശാൽ അവിടെ നിന്ന് വരാതിരുന്ന മുസ്ലിങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷെ മറിച്ച് എന്താണ്, ആ സ്ഥലത്തേക്ക് അവിടെ ദാരിദ്ര്യവും വരൾച്ചയും ഉണ്ടായപ്പോ മദീനയിൽ നിന്നും എന്തൊരു ധാന്യങ്ങൾ കൊടുത്തയച്ചു. അവർക്ക് ഭക്ഷണ സാധനങ്ങൾ അവർക്ക് കൊടുത്തയച്ചു, സഹായം. അപ്പോ അവിടെ എല്ലാ നിലയ്ക്കുമുള്ള മാനുഷിക ധർമ്മങ്ങൾ നമ്മൾ നിറവേറ്റണം, പ്രാർത്ഥിക്കുക അവർക്ക് വേണ്ടി. അതിനുപരി നമ്മളെ സഹോദരന്മാർ അതേപോലെ തന്നെ, ഉപരി എന്ന് പറയാൻ പറ്റില്ല, അതേപോലെ തന്നെ ദാരിദ്ര്യം പ്രയാസം അനുഭവിക്കുന്ന നമ്മുടെ പലസ്തീനിലെ സഹോദരന്മാരിൽ അവരുടെ പ്രയാസങ്ങളുള്ള മാറ്റിക്കൊടുക്കും. ഈ അടുത്തവരുടെ നേതാവിന് അനധികൃതമായി അവിടെ ഒന്നുമല്ല അദ്ദേഹം, മറിച്ച് അദ്ദേഹം സുരക്ഷിതമായ വേറെ സ്ഥാനത്തിലാണ്. അവിടെ കടന്നു ചെല്ലാൻ അവർക്ക് യാതൊരു അധികാരവുമില്ല. ആ സ്ഥലത്ത് വെച്ച് പരിക്കെടുത്തിരിക്കുന്നു. അപ്പോ അവരുടെ പ്രയാസമുള്ള മാറ്റിക്കൊടുക്കട്ടെ. ശുഹദാഇന്റെ രക്തസാക്ഷ്യം അവർ സ്വീകരിക്കട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير محمد وعلى آله وصحبه أجمعين. الحمد لله رب العالمين. إلى اللقاء بإذن الله. السلام عليكم ورحمة الله وبركاته.